കരുണയുള്ള ദൈവമേ, പരിശുദ്ധ കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽക്കാലത്തിനായി നന്ദിയോടെ സ്തോത്രം. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ആരാധനയ്ക്കായി ഞങ്ങൾക്ക് തലവണക്കുവാൻ സർവശക്തിയുള്ള ദൈവം ഞങ്ങൾക്ക് തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. കർത്താവേ, ഈ ദിവസങ്ങളിൽ ലോക്ക്ഡൗണിനുള്ള ബന്ധത്തിൽ പലയിടങ്ങളിൽ ഞങ്ങൾ ആയിരിക്കുകയും കർത്താവിനെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും അങ്ങയുടെ വചനം ധ്യാനിക്കുകയും ചെയ്യുന്ന ഈ പ്രത്യേകമായ സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യവും കൃപയും എല്ലാ പ്രിയപ്പെട്ടവരോടും കൂടെ ഇരിക്കുവാൻ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളെ ശ്രദ്ധിക്കുകയും ഈ ശുശ്രൂഷയിൽ സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാ ദൈവത്തിൻ്റെ ജനത്തിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ സഭയിലുള്ള എല്ലാ കുടുംബങ്ങളെയും, വാത്സല്യ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, അപ്പോൾ തന്നെ കർത്താവേ അടിയനോടൊപ്പം ആയിരിക്കുന്ന സഹോദരങ്ങൾ, അന്യരാജ്യങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ ദൈവജനത്തിനായി പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടുമുള്ള വിശുദ്ധന്മാർക്കായി, ലോകമെമ്പാടും കഷ്ടത അനുഭവിക്കുന്ന മുഴുവൻ ജനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ശാശ്വത സമാധാനം കൊണ്ട് എല്ലാ ഉള്ളങ്ങളെ നിറയ്ക്കണമേ. ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രതികൂലത്തിൽ നിന്നൊക്കെ ഒരു വലിയ ആശ്വാസവും വിടുതലും കർത്താവ് ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ ആദരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തുടർന്നുള്ള ഗാന ശുശ്രൂഷകൾ കർത്താവിൻ്റെ കൃപ കൂടിയിരിക്കണം. ശബ്ദവും വെളിച്ചവും ദൈവം ഞങ്ങൾക്ക് അനുകൂലമാക്കി തരും. ആത്മീയ ശുശ്രൂഷകളെല്ലാം നിറപടിയായി ചെയ്യുവാൻ ദൈവത്തിൻ്റെ കൃപ ഞങ്ങളുടെ മേൽ തരയണമേ. യേശു കർത്താവിൻ്റെ വിലപ്പെട്ട നാമത്തിൽ ഞങ്ങളെ താഴ്ത്തി ഫലമേൽപ്പിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. ഈ സമയം ചില പഴയ ഗാനങ്ങൾ പാടി കർത്താവിനെ ആരാധിക്കാൻ പോകുകയാണ്. അവിടെ ഇവിടങ്ങളിലായി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ ഈ ആരാധനയിൽ ചേർന്ന് ഞങ്ങളോടൊപ്പം ദൈവത്തെ ആരാധിക്കുവാൻ നിങ്ങളെ അറിയിക്കുന്നു. കർത്താവ് നമ്മെ ധാരാളമായി സഹായിക്കട്ടെ. ഒരു പഴയ ഗാനം പാടി ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഇസ്രായേലിൻ കാവൽക്കാരൻ നിദ്രഭാരം തൂങ്ങുന്നില്ല. ഇസ്രായേലിൻ കാവൽക്കാരൻ നിദ്രഭാരം തൂങ്ങുന്നില്ല. യഹോവ എൻ പാലകൻ താൻ, ഇല്ലെനിക്കു ഖേദമൊട്ടും. യഹോവ എൻ പാലകൻ താൻ, ഇല്ലെനിക്കു ഖേദമൊട്ടും. ഉയർത്തിയിടും ഞാൻ എൻ്റെ കണ്ണുകൾ തുണയരുളും വൻകീരിയിൽ. ഉയർത്തിയിടും ഞാൻ എൻ്റെ കണ്ണുകൾ തുണയരുളും വൻകീരിയിൽ. എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ. എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ. ശത്രുഭയം നീക്കിയെന്നെ മാത്രതോറും കാത്തിടുന്നു. ശത്രുഭയം നീക്കിയെന്നെ മാത്രതോറും കാത്തിടുന്നു. നീതിയിൻ സൽപാതകളിൽ നിത്യവും നടത്തിടുന്നു. നീതിയിൻ സൽപാതകളിൽ നിത്യവും നടത്തിടുന്നു. ഉയർത്തിയിടും ഞാൻ എൻ്റെ കണ്ണുകൾ തുണയരുളും വൻകീരിയിൽ. ഉയർത്തിയിടും ഞാൻ എൻ്റെ കണ്ണുകൾ തുണയരുളും വൻകീരിയിൽ. ഹല്ലേലൂയാ ഹല്ലേലൂയാ, ചേർന്നിടും ഞാൻ ഭാഗ്യദേശേ. ഹല്ലേലൂയാ ഹല്ലേലൂയാ, ചേർന്നിടും ഞാൻ ഭാഗ്യദേശേ. ഹല്ലേലൂയാ പാടി സർവ കാലവും ഞാൻ
ഹല്ലേലൂയ പാടി സർവകാലവും ഞാൻ വാണിടുന്നു. ഉയർത്തിയിടും ഞാൻ എൻ്റെ കൺകൾ തുണയരുളും വൻകീരിയിൽ. ഉയർത്തിയിടും ഞാൻ എൻ്റെ കൺകൾ തുണയരുളും വൻകീരിയിൽ. എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ. എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ. ഉയർത്തിയിടും ഞാൻ എൻ്റെ കൺകൾ തുണയരുളും വൻകീരിയിൽ. ഉയർത്തിയിടും ഞാൻ എൻ്റെ കൺകൾ തുണയരുളും വൻകീരിയിൽ. വീണ്ടും നമുക്ക് ഒരു പഴയ ഗാനം കൂടെ പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. ആ പഴയ ഗാനം ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമായി. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമായി. താഴ്ചയിൽ എന്നെ ഓർത്തവനെ, വീഴ്ചയെന്നെ കാത്തവനെ. താഴ്ചയിൽ എന്നെ ഓർത്തവനെ, വീഴ്ചയെന്നെ കാത്തവനെ. കാഴ്ചയാലല്ല വിശ്വാസത്താലേ വാഴ്ചയേകി നിത്യം ചേർത്തവനെ. കാഴ്ചയാലല്ല വിശ്വാസത്താലേ വാഴ്ചയേകി നിത്യം ചേർത്തവനെ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമായി. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമായി. ശത്രുവിൻ തല തകർത്തവനെ, മാത്രയിൽ ജയം തന്നവനെ. ശത്രുവിൻ തല തകർത്തവനെ, മാത്രയിൽ ജയം തന്നവനെ. ശത്രു മുൻപാകെ മേശയൊരുക്കും മിത്രനമേശുവേ സ്തുതി മനമേ. ശത്രു മുൻപാകെ മേശയൊരുക്കും മിത്രനമേശുവേ സ്തുതി മനമേ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമായി. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമായി. കഷ്ടവും മഹാശാസനയും നിന്നയുമുള്ള ദിനവുമിതേ. കഷ്ടവും മഹാശാസനയും നിന്നയുമുള്ള ദിനവുമിതേ. ഉള്ളം കലക്കും കള്ള സഹോദരൻ അള്ളുര ചെയ്യുകിലെന്തു ഭയം. ഉള്ളം കലക്കും കള്ള സഹോദരൻ അള്ളുര ചെയ്യുകിലെന്തു ഭയം. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമായി. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമായി. ഒന്നിലും പതറിയിടരുതേ, കണ്ണീരിൻ വഴി പോയിടിലും. ഒന്നിലും പതറിയിടരുതേ, കണ്ണീരിൻ വഴി പോയി
പോയിടിലും മന്നരിൽ മന്നവൻ നമ്മോടു കൂടെ എന്നും അവൻ നമ്മെ വഴി നടത്തും. മന്നരിൽ മന്നവർ നമ്മോടു കൂടെ എന്നും അവൻ നമ്മെ വഴി നടത്തും. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമായി. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമായി. പാറയിൽ നിന്നു തേൻ പൊഴിയും, ജീവനീരിൽ നിന്നും കുടിക്കും. പാറയിൽ നിന്നു തേൻ പൊഴിയും, ജീവനീരിൽ നിന്നും കുടിക്കും. മരുഭൂപ്രയാണം കഴിയും വരെയും മറയ്ക്കുമവൻ നമ്മെ ചിറകടിയിൽ. മരുഭൂപ്രയാണം കഴിയും വരെയും മറയ്ക്കുമവൻ നമ്മെ ചിറകടിയിൽ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമായി. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമായി. ആശിച്ച ദേശം കാണുകയായി, ക്ലേശമഖിലവും നീങ്ങുകയായി. ആശിച്ച ദേശം കാണുകയായി, ക്ലേശമഖിലവും നീങ്ങുകയായി. യേശു മണാളൻ ചേർത്തിടും വേഗം ശോഭിത മണവാട്ടിയായ നിന്നെ. യേശു മണാളൻ ചേർത്തിടും വേഗം ശോഭിത മണവാട്ടിയായ നിന്നെ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമായി. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമായി. ഒന്നിലും പതറിയിടരുതേ, കണ്ണീരിൻ വഴി പോയിടിലും. ഒന്നിലും പതറിയിടരുതേ, കണ്ണീരിൻ വഴി പോയിടിലും. മന്നരിൽ മന്നവൻ നമ്മോടു കൂടെ എന്നും അവൻ നമ്മെ വഴി നടത്തും. മന്നരിൽ മന്നവൻ നമ്മോടു കൂടെ എന്നും അവൻ നമ്മെ വഴി നടത്തും. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമായി. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമായി. ശത്രുവിൻ തല തകർത്തവനെ, മാത്രയിൽ ജയം തന്നവനെ. ശത്രുവിൻ തല തകർത്തവനെ, മാത്രയിൽ ജയം തന്നവനെ. ശത്രു മുൻപാകെ മേശയൊരുക്കും, മിത്രനാമേശുവെ സ്തുതി മനമേ. ശത്രു മുൻപാകെ മേശയൊരുക്കും, മിത്രനാമേശുവെ സ്തുതി മനമേ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമായി. 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 എല്ലാ കണ്ണുകളും അടച്ച ദൈവത്തെ മഹത്വപ്പെടുന്ന എല്ലാ നാവുകളും ഒരുമിച്ച് ദൈവത്തെ പുകഴ്ത്താം. എല്ലാവരും ചേർന്ന് കർത്താവിന് കൊടുക്കേണ്ട ബഹുമാനം കൊടുത്ത് ഹല്ലേലൂയ. ഓ റിബൽ പ്രൗഢമനാദി മനൗജനദനദി ഗനൗഷഗദഗദൽ കമനദഗാദി മനൗജൽ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. Thank you Lord Jesus. Hallelujah hallelujah hallelujah. ഈ സമയം
15-ാം സങ്കീർത്തനം നമുക്ക് ഒരുമിച്ച് വായിക്കാം. ചേർന്ന് വായിക്കാം. യഹോവേ, നിൻ്റെ കൂടാരത്തിൽ ആർ പാർക്കും? നിൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ, നാവുകൊണ്ട് കുരുള പറയാതെയും തൻ്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരന് അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ, വഷളനെ നിന്ദ്യനായി എണ്ണുകയും യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ, സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ, തൻ്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ. ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുലുങ്ങിപ്പോകയില്ല. ഒരു പ്രാവശ്യം കൂടെ അവസാന വാക്യം നമുക്ക് ചേർന്ന് വായിക്കാം. തൻ്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ, ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുലുങ്ങിപ്പോകയില്ല. ഹല്ലേലൂയ. കർത്താവ് നമ്മെ ഏവരെയും ഈ സങ്കീർത്തനത്താൽ അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ പരിചയമുള്ള ഒരു സങ്കീർത്തന ഭാഗമാണ് ഇന്ന് രാവിലെ നമ്മൾ വായിച്ചു കേട്ടത്, അല്ലെങ്കിൽ നമ്മൾ ചേർന്ന് വായിച്ചത്. 15-ാം സങ്കീർത്തനം എല്ലാവർക്കും മനഃപ്പാഠവാക്യമായി പറയാൻ കഴിയുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനമാണ് 15-ാം സങ്കീർത്തനം എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. ചില ചോദ്യങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വളരെ നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുകയും നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും നമ്മുടെ സ്വഭാവങ്ങളെയും പിടിച്ചു നിർത്തുന്ന ഒരു ചോദ്യമായിട്ട് നമുക്കിതിനെ കാണുവാൻ സാധിക്കും. ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ച് ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് വേർപാടിലും വിശുദ്ധിയിലും ജീവിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ജനം, തങ്ങളുടെ പാർപ്പ്, ഈ ഭൂമിയിലെ വാസം താൽക്കാലികമാണെന്ന് ഒരു നല്ല തിരിച്ചറിവുള്ളവരാണ് ഏറെ പങ്കുപേരും. ആമേൻ, സ്തോത്രം. നമുക്കിവിടെ നിലനിൽക്കുന്ന നഗരമില്ല എന്ന് അപ്പോസ്തലനായ പൗലോസ് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ താൻ പ്രസ്താവിക്കുന്നു. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ ആമേൻ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, കൂടാരമാകുന്ന ഞങ്ങളുടെ ഭൗമിക ഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത ഒരു നിത്യഭവനം നമുക്ക് വേണ്ടി കർത്താവ് സ്വർഗത്തിൽ ഒരുക്കുന്നുണ്ട്. ആമേൻ, സ്തോത്രം. കർത്താവ് തന്നെ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിൽ വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുമായിരുന്നു. 119-ാം സങ്കീർത്തനം 52-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിൻ്റെ ചട്ടങ്ങൾ എൻ്റെ കീർത്തനമാകുന്നു. ഈ ലോകവാസം നമുക്ക് ശാശ്വതമല്ല, ഇവിടുത്തെ ജീവിതം താൽക്കാലികം മാത്രമാണ്. ക്ഷണഭംഗുലമായ ഈ ഭൂതലത്തിലെ വാസം വിട്ട് നാം എല്ലാവരും കാലാകാലങ്ങളിൽ ഈ ഭൂമിയുടെ മുകൾപ്പരപ്പിൽ നിന്നും മാറ്റപ്പെടേണ്ടവരാണ്. നാം ആരാധിക്കുന്ന ദൈവം നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണെന്നും ഈ സങ്കീർത്തനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഇവിടെ സങ്കീർത്തനക്കാരനായിരിക്കുന്ന ദാവീദ് ചോദിക്കുന്നു, യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? ആ ചോദ്യം ഈ പ്രസംഗിക്കുന്ന എൻ്റെ ഹൃദയത്തിൽ അലതല്ലുന്നത് പോലെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവരുടെയും ഹൃദയത്തിൽ ഉണ്ടാകുമാറാകട്ടെ. ആ ചോദ്യം ഒരു വിലപ്പെട്ട ചോദ്യമാണ്. ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു സമൂഹത്തിൽ ധാരാളം ചോദ്യങ്ങൾ നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോൾ, ചോദ്യചിഹ്നങ്ങൾ നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോൾ ഉത്തരം ചിലതിനൊക്കെ നമ്മൾ മറുപടി പറയും, ചില ചോദ്യങ്ങൾക്ക് നമ്മൾ ആരും മറുപടി പറയാറില്ല. എന്നാൽ ഈ ചോദ്യത്തിന് ദൈവം മുൻപാകെ സമയം കണ്ടെത്തുവാൻ നാം ബാധ്യസ്ഥരാണ്. ഈ ചോദ്യം 1-ാം വാക്യത്തിൽ ആ ചോദ്യം ആരംഭിക്കുന്നു. 2-ാം വാക്യത്തിൽ ആമേൻ, സ്തോത്രം, 2 മുതൽ 5 വരെയുള്ള വാക്യത്തിൽ അതിനുള്ള ഉത്തരം കാണാൻ സാധിക്കും. നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? കൂടാരം എന്നത് പ്രഥമ അർത്ഥത്തിൽ പുരാതന കാലത്തെ സമാഗമന കൂടാരം തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. ആമേൻ, സ്തോത്രം. ഇസ്രായേൽ മക്കളുടെ പരദേശവാസത്തിൽ അവർക്ക് സമാഗമന കൂടാരമുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ ഇറങ്ങി വന്നിരുന്നു. ഓരോ ഭാഗത്തായി 3 ഗോത്രം വെച്ച് 12 ഗോത്രം 4 സൈഡും ടെൻ്റടിച്ച് പാർത്ത് ദൈവത്തിൻ്റെ മഹത്വം ഓരോ പ്രഭാതത്തിലും അവർ കാണുമായിരുന്നു. ദൈവത്തിൻ്റെ ഷെഖേന ഇറങ്ങുന്നത് അവർ കാണുമായിരുന്നു. ദൈവസാന്നിധ്യം കണ്ടാണ് അവരൊരു പ്രഭാതത്തിൽ ജീവിതം ആരംഭിച്ചത്. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, ഈ ലോകത്തിലെ ജീവിതയാത്രയിൽ ആമേൻ, സ്തോത്രം, കർത്താവിൻ്റെ മുഖം കണ്ട് യാത്ര ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. 40 വർഷത്തെ മരുഭൂമി യാത്രയിൽ 41 പ്രാവശ്യം
അവർ കൂടാരം മാറ്റി അടിച്ചതായി കാണാൻ സാധിക്കുന്നു. കൂടാരം അത് മാറ്റി അടിക്കണമെങ്കിൽ മേഘം പൊങ്ങണം. മേഘം പൊങ്ങുമ്പോൾ അവർക്കറിയാം യാത്ര പുറപ്പെടുവാൻ ഉള്ള സമയമായി. ഈ ലോകത്തിൻ്റെ അന്ത്യകാല ലക്ഷണങ്ങൾ ആമേൻ ചിലതൊക്കെ വിരൽ ചൂണ്ടി നമുക്ക് മുന്നറിയിപ്പ് തരുന്നു. താൽക്കാലിക വാസത്തിൽ നിന്നും നമ്മുടെ കൂടാരം മാറ്റുവാനുള്ള കാലമായി. നമ്മുടെ കൂടാരം ആമേൻ സ്തോത്രം അഴിഞ്ഞു പോകേണ്ട കാലമായി. നമുക്ക് നിലനിൽക്കുന്ന ഒരു ഭവനം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. ചില അർത്ഥങ്ങൾ കാണുന്നുണ്ട്. ചരിച്ചുകൊണ്ടിരിക്കുന്ന കൂടാരം ദൈവസഭയെ, ദൈവജനത്തിൻ്റെ പരദേശികൾ എന്ന് ആമേൻ എന്ന അവസ്ഥയെ കാണിക്കുന്നു. മീഖ 2:10 നമുക്ക് ആമേൻ സ്തോത്രം വാക്യം ആമേൻ സ്തോത്രം നന്നായിട്ട് കാണുവാൻ സാധിക്കുന്നു. ദൈവജനത്തിന് ലഭിക്കാൻ പോകുന്ന നിത്യ വിശ്രമ സ്ഥാനത്തെയാണ് കാണിക്കുന്നത്. കൂടാരമാകുന്ന ഭൗമ്യ ഭവനം അഴിഞ്ഞു പോകും. ഇത് നമ്മുടെ മൺകൂടാരമാണ്. നമ്മുടെ ശരീരമാകുന്ന മൺകൂടാരം മണ്ണോട് മണ്ണായി ചേരുമെന്നുള്ളതിന് നാം മറന്നു പോകരുത്. ഒരിക്കലും അത് സംശയം വേണ്ട. ആമേൻ സ്തോത്രം ദ്രവത്വമുള്ള ഈ ശരീരത്തെ ഈ മണ്ണിന് ഭൂദാനം ചെയ്യും. ആമേൻ സ്തോത്രം അദ്രവത്വമുള്ള ഒരു ശരീരമാണ് ആമേൻ സ്തോത്രം ദൈവം നമുക്ക് നൽകി തരുന്നത്. ഇന്ന് കാണുന്ന ആലയങ്ങൾ ആമേൻ നമ്മുടെ ആരാധനാലയങ്ങളെല്ലാം ലോകമെമ്പാടും അടയ്ക്കപ്പെട്ട് കിടക്കുന്നു. പക്ഷേ ആരാധന എപ്പോഴും നമ്മുടെ മൺകൂടാരത്തിൽ ചലിച്ചു കൊണ്ടിരിക്കുക. നമ്മുടെ ഉള്ളം കൊണ്ട് ദൈവത്തിനെ പാടുന്നു, നമ്മുടെ ഉള്ളം കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നു, നമ്മുടെ ഹൃദയം കൊണ്ട് ദൈവത്തെ അന്യഭാഷയിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. നമുക്ക് മൗനമായിരിക്കാൻ കഴിയുന്നില്ല. അതിൻ്റെ അർത്ഥം 4 ഭിത്തിക്കകത്ത് ഒരുമിച്ച് കൂടുന്ന ആ കൂട്ടായ്മ മാത്രമല്ല ആരാധന. ജീവിതത്തിൻ്റെ ഏകാന്തതയിലും ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ദൈവത്തിന് കൊടുക്കുന്ന സ്തുതിയും ദൈവത്തിന് കൊടുക്കുന്ന മഹത്വവും ദൈവത്തെ പുകഴ്ത്തുന്ന അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഞങ്ങൾ നിന്റെ ദയയെക്കുറിച്ച് ധ്യാനിക്കുന്നു, ഞങ്ങൾ നിന്റെ ദയയെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നൊക്കെ സങ്കീർത്തനക്കാരൻ ഇവിടെ പ്രസ്താവിക്കുമ്പോൾ ദൈവജനം അറിഞ്ഞിരിക്കേണ്ട ആമേൻ സ്തോത്രം വിലപ്പെട്ട കാര്യങ്ങളുണ്ട്. ആമേൻ സ്തോത്രം 1-ാം വാക്യത്തിൽ പറയുന്നു, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും, നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും. 1-ാമത് പറയുന്നു, നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ. ആമേൻ സ്തോത്രം. ഈ കാലഘട്ടത്തിൽ അറിഞ്ഞിരിക്കേണ്ട ആമേൻ ഒരു കാര്യമാണ് ഈ വചനഭാഗം. ആമേൻ ഏതൊരു കൂട്ടുകാരനും താൻ തൻ്റെ കൂട്ടുകാരനെ ചതിക്കുന്നു എന്ന് പറയുന്നു. ഒന്ന് ഒരിടത്ത് പറയും, മറ്റൊരിടത്ത് നിന്ന് വേറൊരിടത്ത് പറയും. 2 മുഖം. ഒരിക്കലും ഇത്യാദി സ്വഭാവം ഒരു ആത്മീയന് ചേരുന്നതല്ല. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, വചനത്തോട് നീതി പുലർത്തിയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ആമേൻ സ്തോത്ര. ആമേൻ ഒരു വ്യക്തിയെ കാണുമ്പോൾ നന്നായി ചിരിക്കുന്നു, കൈ കൊടുക്കുന്നു, മറ്റൊരാളിന് കൈ കൊടുത്തിട്ട് ഈ വ്യക്തിയെക്കുറിച്ച് ദോഷം പറയുന്നു. ഈ സ്വഭാവം ദൈവമക്കൾക്ക് ചേരുന്നതല്ല. ഇത് പക്ഷേ എല്ലാവരും ഇത് കണ്ട് മനസ്സിലാക്കി എന്ന് വരികയില്ല. പക്ഷേ ആമേൻ സ്തോത്രം ഇത് അറിയുന്ന കാണുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. ആമേൻ സ്തോത്ര. ഹൃദയപൂർവ്വം നീ സത്യം സംസാരിക്കണം. ഫോഷ്കിനെ തകർക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ്, ഫോഷ്കിനെ തകർക്കുന്ന ദൈവത്തിൻ്റെ വചനം, ഫോഷ്കിനെ തകർക്കുന്ന ദൈവത്തിൻ്റെ ഇടപെടലിന് ഇത് അംഗീകരിക്കാൻ കഴിയുകയില്ല. എപ്പോൾ വ്യാജ വേഷം കെട്ടുന്നുവോ, എപ്പോൾ വ്യാജ സ്വഭാവം കാണിക്കുന്നു, അന്ന് ദൈവത്തിൻ്റെ ആമേൻ സ്തോത്രം തോട്ടത്തിൽ നിന്ന് നീ പുറത്താണ്. അന്ന് ദൈവസഭയുടെ തോട്ടത്തിൽ നിന്ന് നീ പുറത്താണ്. ദൈവം നിന്നെ അകറ്റി കഴിഞ്ഞു. ആമേൻ സ്തോത്രം. അതാണ് കുറ്റബോധമില്ലാത്തത്, അതാണ് പാപബോധമില്ലാത്തത്, അതാണ് ഏറ്റുപറച്ചിലില്ലാത്തത്, അതാണ് നിരപ്പിൻ്റെ അനുഭവമില്ലാത്തത്. എന്താണ് കാര്യമെന്നറിയാമോ? ആമേൻ സ്തോത്ര. ദൈവം ചില ദുഷ്പ്രവൃത്തികൾ മുഖാന്തരം മനുഷ്യനെ നികൃഷ്ട ബുദ്ധി കേൾപ്പിക്കുമെന്ന് റോമർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നു. അതുകൊണ്ട് ചിന്ത നല്ലതായിരിക്കട്ടെ, വർത്തമാനം നല്ലതായിരിക്കട്ടെ. ആമേൻ സ്തോത്രം. വാക്കുകൾ വളരെ നന്നായിരിക്കുമാറാകട്ടെ. ആമേൻ സ്തോത്രം. നോക്കണേ, നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കണം. സത്യം സംസാരിക്കണം. ഈ ലോക്ക്ഡൗണിന്റെ കാലഘട്ടത്തിൽ ഭവനങ്ങളിലായിരിക്കുമ്പോൾ ആമേൻ സ്തോത്രം മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ, ചിലപ്പോൾ വീട്ടിലാരും വന്നില്ല, ഫോണിൽ കൂടെ സംസാരിക്കുമ്പോൾ സത്യം സംസാരിക്കുവാൻ, വിഷയങ്ങൾ പഠിച്ച് സംസാരിക്കുവാൻ, വിഷയങ്ങൾ മനസ്സിലാക്കി സംസാരിക്കുവാൻ, വ്യക്തികളെ മനസ്സിലാക്കി സംസാരിക്കുവാൻ, ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കാൻ, ദൈവസന്നിധിയിൽ നല്ല മനസാക്ഷിയോടെ സംസാരിപ്പാൻ പരിശുദ്ധാത്മാവ് വചനം കേൾവിയിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന ഏവരുടെ ഉള്ളങ്ങളിലും കർത്താവ് പ്രവർത്തിക്കുമാറാകട്ടെ. 2-ാമത് പറയുന്നു, നാവുകൊണ്ട് കുരള പറയാതെയും തൻ്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും ആമേൻ സ്തോത്ര, കൂട്ടുകാരന് അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ. ആമേൻ സ്തോത്ര. ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു, സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു, അനർത്ഥകാലത്ത് അവൻ തൻ്റെ സഹോദരനായി തീരുന്നു. ചിലര് ആമേൻ സ്തോത്രം, ആമേൻ നമുക്കറിയാം, ആമേൻ കഷ്ടതയുടെ സമയത്ത് നമ്മോട് കൂടെ കാണും, നമ്മുടെ സന്തോഷവേളയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്തൊന്നും അവർ കാണത്തില്ല. എന്നാൽ ചിലര് സങ്കടവേളയിൽ
സന്താപ വേളയിലൊക്കെ നമ്മോട് കൂടെ കാണും. നല്ല ശമരിയനെ കുറിച്ച് കർത്താവായ യേശു ക്രിസ്തു ലൂക്കോസ് എഴുതിയ സുവിശേഷം 15:30 പ്രതിപാദിക്കുന്ന കാര്യവും, യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോയ ആ യാത്രക്കാരൻ ജീവിതത്തിൽ കാണാത്ത ഒരു സ്നേഹിതനെ അവിടെ കാണുകയാണ്, നല്ല ശമരിയൻ. ഇന്ന് പകൽക്കാലം ഞാൻ പറയുന്നു, എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് പറയുന്നു, ആമേൻ സ്തോത്രം, കൂടെ ഭക്ഷിക്കാനിരുന്നവൻ, കൂടെ നടന്നവൻ, നീ സ്നേഹിച്ചവൻ, നീ ഹൃദയം കൈമാറി കൊടുത്തവൻ, ആമേൻ സ്തോത്രം, ഹൃദയം കൈമാറിയ വ്യക്തികൾ, നീ സ്നേഹിച്ചവർ, ആമേൻ സ്തോത്രം, കൂടെ കാണുമെന്ന് വിശ്വസിച്ചവർ ആരും കൂടെ ഇല്ല എങ്കിൽ ഒരു മാറാത്ത സഹിയായി ഈ ദുർഘടവേളയിലും ഈ പട്ടിണിയുടെ നാളുകളിലും ഞെരുക്കത്തിന്റെ നാളുകളിലും ഒറ്റപ്പെടലിന്റെ നാളുകളിലും ഒരു മാറാത്ത നല്ല ശമരിയൻ കൂടെയുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. വിശ്വസിപ്പാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് ഒരു നല്ല ആമേൻ പറഞ്ഞ സ്തോത്ര. ഇന്ന് ജീവിതത്തിന്റെ ഏകാന്തതയിൽ പിരിയാത്ത ഒരു സ്നേഹിതൻ, മാറാത്ത ഒരു സ്നേഹിതൻ ഇന്ന് പകൽക്കാലം ഉണ്ട് എന്ന് അകമഴിഞ്ഞ് വിശ്വസിപ്പാൻ കഴിയൂ. ആമേൻ സ്തോത്ര. വിശ്വസിച്ചവരും സ്നേഹിച്ചവരൊന്നും കൂടെയില്ല എങ്കിലും യേശു നല്ല സ്നേഹിതൻ, യേശു നല്ല രക്ഷകൻ, യേശു നല്ല വീണ്ടെടുപ്പുകാരൻ. ബലഹീന നാളുകളിൽ ക്ഷീണിച്ചിരിക്കുന്ന മാനസികാവസ്ഥയിൽ ആമേൻ സ്തോത്ര ആരും കൂടെയില്ല എന്ന് നിന്റെ ജീവിതയാത്രയിൽ നീ തളരണ്ട. രോഗക്കിടക്കയിൽ, വ്യാകുലതയിൽ, ഞെരുക്കത്തിന്റെ നാളുകളിൽ, ഒറ്റപ്പെടലുകളിൽ, സ്വദേശത്തും വിദേശത്ത് ശ്രദ്ധിക്കുന്നവരോട് ഞാൻ പറയുന്നു, ഒരു മാറാത്ത സ്നേഹിതൻ കൂടെയുണ്ട്. ഏറ്റവും നല്ല സ്നേഹിതന്റെ പ്രത്യേകത കൂട്ടുകാരന് ദോഷം ചെയ്യാത്തവൻ. ഹല്ലേലൂയ, സ്തോത്ര. ആമേൻ. ഒരിക്കലും സാധിക്കാത്ത ഒരു അനുഭവമാണ്. ദാവീദിന് ഒരു അവസരത്തിൽ തന്നെ കൊല്ലുവാൻ അശ്രാന്ത പരിശ്രമം നടത്തിയ ശൗലിനെ തനിക്ക് കൈകൊണ്ട് നശിപ്പിക്കുവാൻ അവസരം കിട്ടി. പക്ഷെ ദാവീദ് ദൈവത്തെ ഭയപ്പെട്ട് ഒഴിഞ്ഞു മാറുന്ന ഒരു അവസ്ഥ ആമേൻ കാണാൻ സാധിക്കും. ആമേൻ സ്തോത്ര. ഇന്ന് രാവിലെ സമയം ദൈവമക്കളെ ഞാൻ പറയുന്നത്, നമ്മൾ ദോഷങ്ങൾ ഒഴിയുന്നവരായിരിക്കണം, അനർത്ഥങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകുന്നവരായിരിക്കണം, ആത്മീയ ഉൾക്കാഴ്ച ഉള്ളവരായിരിക്കണം. നാം ദർശനത്തോടെ യാത്ര ചെയ്യുവാൻ നമുക്ക് സാധിക്കും. മാത്രമല്ല, കൂട്ടുകാരന് ദോഷം ചെയ്യാതിരിക്കുകയും കൂട്ടുകാരന് അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ. ആമേൻ സ്തോത്ര. എന്നിട്ട് പറയുന്നു, വഷളനെ നിന്ദ്യനായി എണ്ണുക. ആമേൻ സ്തോത്ര. വഷളനെ നിന്ദ്യനായി എണ്ണുക. ആമേൻ സ്തോത്ര. ചില സാഹചര്യങ്ങളിലൊക്കെ ചില ആമേൻ സ്തോത്രം പ്രതികൂലത്തിലൊക്കെ ആയിപ്പോയെന്ന് നമുക്ക് തോന്നും, അവരെ സഹായിക്കണമെന്ന് നമുക്ക് തോന്നും. പക്ഷെ പിന്നത്തേതിൽ ആ വ്യക്തി നമുക്ക് വിരോധമായി വാളൊടുങ്ങുമ്പോഴാണ് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവൻ ദൈവകൃപയിൽ വീണിട്ട് വർഷങ്ങളായി. ആമേൻ സ്തോത്രം. ഇവൻ ആത്മീയനല്ല, ആത്മീയത്തിന്റെ പരിവേഷമായിരുന്നു. ഇന്ന് രാവിലെ സമയം എന്നെ കേൾക്കുന്ന ദൈവമക്കള്, ദോഷകരമായ അനുഭവങ്ങളിലും ആമേൻ സ്തോത്ര കൂട്ടുകാരന് ദോഷം ചെയ്യാത്ത ഒരു നല്ല സ്നേഹിതൻ യേശു ക്രിസ്തുവാണെന്നറിയുക. എനിക്കും നിങ്ങൾക്കും ഒരു നല്ല സ്നേഹിതൻ യേശുവാണെന്നുള്ള തിരിച്ചറിവ് എക്കാലത്തും നാം അറിഞ്ഞിരിക്കണം. മറ്റെല്ലാവരും നമ്മെ ശതിക്കുമെന്നും നാം അറിഞ്ഞിരിക്കണം. ഈ ലോകം ഒത്തിരി പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു. ഇപ്പോഴുള്ള ആമേൻ സ്തോത്രം ഈ കൊറോണ വൈറസ് ആമേൻ ലോകമെമ്പാടും ഒരു അദർശ്യ വില്ലനായി നിലകൊള്ളുമ്പോൾ തന്നെ ഞാൻ ഒരു കാര്യം പറയുന്നു, ദൈവമക്കള്, ഈ ആമേൻ സ്തോത്രം ശത്രു ആമേൻ സ്തോത്രം ആമേൻ അദർശ്യനായി പോരാടുന്നത് പോലെ തന്നെ പിശാചും അദർശ്യനായി പോരാടുന്നു. അവൻ ആരെയും തെറ്റിക്കുവാൻ നോക്കുകയാണ്, ആർക്കെതിരെയും ആയുധമെടുക്കുവാൻ നോക്കുകയാണ്. പക്ഷെ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം, ദൈവമേ എന്നെ ഉപയോഗിപ്പാൻ ഇടവരരുത്, എൻ്റെ അതരത്തെ ഉപയോഗിപ്പാൻ ഇടവരരുത്, എൻ്റെ ശരീരത്തെ ഉപയോഗിപ്പാൻ ഇടവരരുത്, നിന്റെ കൃപയാൽ നീ എന്നെ നടത്തണമേ എന്ന് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ ഈ കാലഘട്ടത്തിൽ കർത്താവ് കൃപ നൽകുമാറാകട്ടെ. ആമേൻ സ്തോത്രം. വഷളനെ നിന്ദ്യനായി എണ്ണുകയും യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ. ആമേൻ സ്തോത്രം. പണ്ട് കാലങ്ങളിൽ ദൈവത്തിന്റെ ദാസന്മാര് ഈ കാലഘട്ടത്തെക്കാൾ അധികം ബഹുമാനിക്കുമായിരുന്നു. പക്ഷേ ഈ കാലഘട്ടത്തിൽ അതൊത്തിരി മാറിപ്പോയിരിക്കുക. ഒരു പക്ഷേ ഈ സാഹചര്യങ്ങളിൽ നമുക്കത് വിചിന്തനം ചെയ്യാൻ സാധിക്കും. ദൈവത്തിന്റെ ദാസന്മാരെ വിധിക്കാൻ കഴിയാതെ ജനം അവരെ മാതൃകയോടെ പിൻപറ്റുകയും സ്നേഹിക്കുകയും ചെയ്ത ഒരു കാലഘട്ടം. കഴിഞ്ഞ ദിവസം ഹാർവസ്റ്റ് ടിവിയിൽ ഒരു ചെറിയ ഷോർട്ട് മെസ്സേജ് കൊടുക്കുന്ന സന്ദർഭത്തിൽ ഞാൻ പറഞ്ഞു, നമ്മുടെ പിതാക്കന്മാർ ബൈബിളുമായി ഇറങ്ങി തിരിച്ചപ്പോൾ അവർക്ക് ദാഹിച്ച വെള്ളം കൊടുക്കാൻ ആരുമില്ലായിരുന്നു. അവർ കയറി പോകുന്ന വീടുകളിൽ അവരെ കാണുമ്പോൾ വാതിൽ പൂട്ടുമായിരുന്നു. അവരെ സമുദായത്തിലുള്ളവർ പുറത്ത് തള്ളുമായിരുന്നു. ആരും അവരെ ചേർക്കാനില്ല. ഉറ്റവരെ കുടുംബത്തിലുള്ളവരുടെ കല്യാണത്തിന് അവരെ ക്ഷണിക്കാറില്ല. മരണം അവരെ അറിയിക്കാറില്ല. അവർക്ക് നല്ല വിവാഹം നടക്കുകയില്ല. അവരുടെ തലമുറകൾക്ക് നല്ല ഭാവി ഉണ്ടാകുകയില്ല. ഒന്ന് ചിന്തിച്ചു നോക്ക്. അവർ വയറ് വലിച്ചിറുക്കി കെട്ടി പൈപ്പിലെ വെള്ളം കുടിച്ച് സുവിശേഷം കേൾക്കാൻ അർദ്ധരാത്രിയോളം നടന്ന് ദീർഘ കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് പ്രസംഗം കേട്ടു. ദൈവഭക്തന്മാരെ ബഹുമാനിച്ചു, ദൈവഭക്തന്മാരെ സ്നേഹിച്ചു. അന്ന് കൊടുക്കുന്നതിന് കണക്കില്ല. ദൈവഭക്തന്മാരുടെ കരങ്ങളിൽ കിട്ടുന്നത് കൊണ്ടുചെന്ന് കൊടുത്ത് ആമേൻ സ്തോത്രം പ്രാർത്ഥിപ്പിച്ച് അനുഗ്രഹിക്കപ്പെട്ടവരായി മടങ്ങിപ്പോയി. അവരുടെ തലമുറകളെ ദൈവം ഉയർത്തി. അവർക്കന്ന് വിദ്യാഭ്യാസം കുറവായിരുന്നു. തലമുറകൾ വിദ്യാസമ്പന്നരായി.
കേരളത്തിൽ ഒതുങ്ങിക്കൂടേണ്ട ഒരു കൊച്ചു ഗ്രാമത്തിൽ ഒതുങ്ങിക്കൂടേണ്ട ജനം, ആമേൻ സ്തോത്രം, അവരുടെ തലമുറകളെ കർത്താവ്, ആമേൻ സ്തോത്രം, ഈ സ്റ്റേറ്റ് വിട്ട് പുറത്തേക്ക് ദൈവം എടുത്തു, ഈ രാജ്യം വിട്ട് പുറത്തേക്ക് എടുത്തു, വിവിധ രാജ്യങ്ങളിലേക്ക് ദൈവം അവരെ അയച്ചു. ഉന്നത കമ്പനികളിലും ഉന്നത സ്ഥാപനങ്ങളിലും അവരെ ശ്രേഷ്ഠമേറിയ പദവിയിൽ ദൈവം ഇരുത്തി. മാതാപിതാക്കൾ വയറ് വലിച്ചിറുക്കി കെട്ടിയാൽ, മാതാപിതാക്കൾ ദൈവദാസന്മാരെ മാനിച്ചാൽ, മാതാപിതാക്കൾ യഹോവ ഭക്തന്മാരെ മാനിച്ചാൽ, ദൈവത്തിന്റെ കൂട്ടായ്മയ്ക്ക് വില കൊടുത്താൽ, ദൈവത്തെ ആരാധിക്കുന്നതിന് വില കൊടുത്താൽ തലമുറയ്ക്ക് പ്രതിഫലമുണ്ടെന്ന് ദൈവം തെളിയിച്ച ഒരു കാലഘട്ടങ്ങളാണ് ആദിമ മാതാപിതാക്കളുടെ സന്തതികൾ എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഇന്ന് നമ്മുടെ സാഹചര്യങ്ങൾക്ക് ദൈവം വ്യത്യാസം വരുത്തി, ആമേൻ സ്തോത്രം, നമുക്ക് ഉയർച്ചകൾ നൽകി. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അന്നും ഇന്ന് ഈ പുസ്തകത്തിന് മാറ്റമില്ല. ആമേൻ. ഒരുപക്ഷെ ഇത് ന്യൂ ജനറേഷൻ ആണ്. ഇന്നത്തെ തലമുറകൾക്കോ വ്യക്തികൾക്കോ ദൈവദാസന്മാരെ കാണുമ്പോൾ അത്ര ഇഷ്ടപ്പെടുന്നു വരികയില്ല. എൻ്റെ പിതാവിനോട് പറഞ്ഞിട്ടുണ്ട്, നിത്യം കാണും കോഴി നിറങ്കെടും കൊലങ്കെടും തരങ്കെടും. ആമേൻ സ്തോത്രം, പലതും പറഞ്ഞ് ആമേൻ സ്തോത്രം ദൈവഭക്തന്മാരെ മാറ്റി നിർത്തി ബന്ധങ്ങൾ സ്ഥാപിക്കുമ്പോൾ ഓർത്തുകൊള്ളണം, ദൈവം ആമേൻ സ്തോത്രം ഇത് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല. നീ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നീ പാർക്കുന്നിടത്തുള്ള ലേവ്യനെ മറന്നു പോകരുത്. യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കണം. ആമേൻ സ്തോത്രം. ദൈവത്തിന്റെ ദാസന്മാർ ശാസിക്കുന്നതും അത് തലയ്ക്ക് എണ്ണ എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഉപദേശിക്കുവാനും ശാസിക്കുവാനും തർജ്ജനം ചെയ്യാനും ഒക്കെ ദൈവത്തിന്റെ പുസ്തകത്തിൽ, ദൈവത്തിന്റെ തിരുവഴുത്തിൽ എന്നേക്കും സ്ഥിരമാക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ വചനം അത് ആമേൻ പ്രാഗൽഭ്യത്തോടെ പ്രസ്താവിക്കുമ്പോൾ അത് വിരൽ ചൂണ്ടുന്ന അനുഭവങ്ങളെല്ലാം ആമേൻ സ്തോത്രം പാപമാണെന്ന് ആമേൻ സ്തോത്രം ദൈവമക്കൾ തിരിച്ചറിയണം. ഹല്ലേലൂയ സ്തോത്രം. വചനം ഇങ്ങനെ പറയുന്നു, വചനം നിന്ദിക്കുന്നവൻ അതിന് ഉത്തരവാദി. ഇവിടെ പറയുന്നുണ്ട് യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ. ആമേൻ സ്തോത്രം. അടുത്ത് പറയുന്നു, സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ. എല്ലാവരും തീരുമാനമെടുത്താണ് സ്നാനപ്പെട്ടത്, എല്ലാവരും തീരുമാനമെടുത്താണ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടത്, എല്ലാവരും തീരുമാനമെടുത്ത് പ്രാർത്ഥിച്ചാണ് അഭിഷേകം പ്രാപിച്ചത്, എല്ലാവരും തീരുമാനമെടുത്ത് പ്രാർത്ഥിച്ചാണ് ആമേൻ സ്തോത്രം രോഗസൗഖ്യം പ്രാപിച്ചത്, എല്ലാവരും തീരുമാനമെടുത്ത് പ്രാർത്ഥിച്ചാണ് ആത്മീയ തലത്തിൽ കാൽവയ്പുകൾ വച്ചത്. പക്ഷെ തീരുമാനങ്ങൾ ഉടച്ച ചില ജീവിത സാഹചര്യങ്ങൾ കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായിട്ടുണ്ടെന്ന് നാം സ്വയം സമ്മതിക്കണം. നിർബന്ധത്താലല്ല പ്രിയര്, നാം അത് അംഗീകരിച്ച് മതിയാകൂ. അവിടെ ചില ഉടവുകൾ സംഭവിച്ചിട്ടുണ്ട്, ചില പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ പർവ്വതത്തിലേക്ക് കയറണമെങ്കിൽ ആ ഉടഞ്ഞ മേഖലകൾ നാം ആമേൻ സ്തോത്രം ദൈവത്തെ വിട്ട് അകന്ന ചില തലങ്ങൾ നാം തിരിച്ചറിഞ്ഞേ മതിയാകൂ. മടങ്ങിപ്പോയേ പറ്റൂ. ദൈവത്തിന്റെ ഇഷ്ടം നിറവേറിയേ മതിയാകൂ. അത് ചെയ്തില്ല എങ്കിൽ നാം വീണ്ടും പരാജയത്തിലേക്ക് പോകും. അതിൻ്റെ 5-ാം വാക്യം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരികയില്ല. തൻ്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെയും. ആമേൻ സ്തോത്രം. ഇന്ന് ഒത്തിരി പേര് അങ്ങനെ എന്നെ കേൾക്കുന്നവരത് ചെയ്യുന്നില്ല എങ്കിലും ചിലരെങ്കിലും കാണും. ആമേൻ സ്തോത്രം. പലിശയ്ക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ. ആമേൻ സ്തോത്രം. ശ്രദ്ധിക്കണമേ, ഈ ലോക്ക്ഡൗണൊക്കെ വന്ന് ഈ സാമ്പത്തിക ശേഷി കുറഞ്ഞത് കൊണ്ട് ഇനി പലിശയ്ക്ക് കൊടുത്തവർക്കും കൊടുക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കുറച്ച് നാളത്തേക്കെങ്കിലും. ആമേൻ സ്തോത്രം. എന്തായാലും ശരി, ദൈവമക്കളെ, അത് ശരിയായിട്ട് കർത്താവ് അംഗീകരിക്കുന്ന ഒരു കാര്യമല്ലെന്ന് നമുക്ക് നന്നായിട്ട് അറിയാൻ സാധിക്കും. പിന്നെ ഇവിടെ പ്രതിപാദിക്കുന്ന മറ്റൊരു ഭാഗം ഇങ്ങനെയാണ്, കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ. പഴയ നിയമം പഠിച്ചാൽ ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന ജോസഫിന് വിരോധമായി തൻ്റെ സഹോദരങ്ങൾ 20 വെള്ളിക്കാശ് ആമേൻ സ്തോത്രം തൻ്റെ സ്വന്തം അനുജന് വിറ്റ് കാശാക്കി. ആമേൻ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കൾക്ക് എല്ലാവർക്കും അറിയാം, സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്ക് നന്നായിട്ട് അറിയാം, അത് എന്തുകൊണ്ടാണ് അവർ ഒരുമിച്ച് നിന്ന് ഈ സഹോദരനെ വിൽക്കാനിടയായത്. നിങ്ങൾ എപ്പോഴെങ്കിലും ആ ഭാഗം പഠിച്ചാൽ മനസ്സിലാകും. അപ്പൻ ഒത്തിരി സ്നേഹിച്ചു, അപ്പൻ വാങ്ങിച്ചു കൊടുത്ത മേലങ്കി ആമേൻ അവർക്ക് അസൂയ ഉണ്ടാക്കി. അവൻ്റെ ദർശനത്തിൽ അവർക്ക് അസൂയ ഉണ്ടായിരുന്നു. അവൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള ചുവടുവയ്പ് അവരെ അസൂയാലുക്കളാക്കി തീർത്തു. ഒരിക്കൽ ദാവീദിനെ കുറിച്ച് ആമേൻ സ്തോത്രം ഇസ്രായേലിലെ സ്ത്രീകൾ ഇങ്ങനെ പറഞ്ഞു, ശൗൽ 1000 കൊന്നു, ദാവീദ് 10,000 കൊന്നു. 5 പൈസ ചിലവില്ലാതെ അസൂയയുടെ ദുരാത്മാവ് അവരുടെ ഉള്ളത്തിൽ കയറി. ആമേൻ സ്തോത്രം. അന്ന് മുതൽ ആ പാട്ട് കേട്ട ആ ശൗൽ രാജാവ് ദുരാത്മാവിനാൽ ബന്ധിക്കപ്പെട്ട് ആമേൻ ദാവീദിനെതിരെ ആയുധമെടുത്തു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനത്തോട് ഞാൻ പറയുന്നു, ജോസഫിന് വിരോധമായി സഹോദരന്മാർ ഗൂഢാലോചന നടത്തി അവൻ്റെ അങ്കിക്കായി അവർ പതിയിരുന്നു. ആമേൻ സ്തോത്രം. അവൻ്റെ
അങ്കി വലിച്ചെടുത്തു, അവൻ 20 വെള്ളിക്കാശിന് വിറ്റു. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അന്ത്യശ്വാസം വരെയും നമ്മുടെ സഹോദരങ്ങളെ താങ്ങി നിർത്തുവാൻ, നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കുവാൻ, നമ്മുടെ സഹോദര വർഗത്തെ ആമേൻ സ്തോത്രം ആത്മാർത്ഥമായി സ്നേഹിക്കുവാൻ നമുക്ക് കഴിയണം. ഒരു നന്മയ്ക്ക് വേണ്ടിയും ഒരു അവസരത്തിന് വേണ്ടിയും ഒരു ലാഭത്തിന് വേണ്ടിയും ആരെയും തള്ളിപ്പറയുവാൻ ഇടവരാതെ ഇരിക്കുമാറാകട്ടെ. അടുത്ത വാക്യത്തിൽ പറയുന്നു ആമേൻ സ്തോത്രം, ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുലുങ്ങിപ്പോകയില്ല. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എൻ്റെ ദയ ഒരു നാളും നിന്നെ വിട്ട് മാറുകയില്ല. എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോകുകയുമില്ല. എന്നേക്കും നിലനിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ, മഹാരാജാവിൻ്റെ ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും സർവ്വഭൂമിയുടെയും ആനന്ദമെന്ന് 48-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത് പോലെ ആമേൻ സ്തോത്രം, നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഉറപ്പോടെ നിൽക്കുവാൻ നമുക്ക് സാധിക്കും. ഹല്ലേലൂയ. യഹോവേ, നിന്റെ പർവ്വതത്തിൽ ആർ കയറ്? ജീവിച്ചിരിക്കുമ്പോൾ ചിന്തിക്കുക. ഈ ചോദ്യം നമ്മുടെ മുൻപിൽ വരട്ടെ. എനിക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലണം. എത്രയും വേഗത്തിൽ നമ്മുടെ ആത്മമണവാളൻ വരാൻ കാലമായി. ഈ സാംക്രമിക രോഗങ്ങൾ, ഈ പകർച്ചവ്യാധികൾ മുഖാന്തരം മരണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടാതെ നാം ഇന്ന് കാത്തു സൂക്ഷിക്കപ്പെട്ടിരിക്കുമ്പോൾ ദൈവം തന്നിരിക്കുന്ന അവസരത്തിൽ എനിക്കൊരു നിത്യഭവനം കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. എൻ്റെ പാർപ്പിടം കണ്ടാണ് ഞാൻ യാത്ര തുടരുന്നത്. എൻ്റെ ജീവിത യാത്ര അവസാനിക്കേണ്ട നാളുകൾ അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ എൻ്റെ ആത്മാവിൽ തിരിച്ചറിയുന്നു. കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കപ്പെട്ട നിത്യതയ്ക്ക് വേണ്ടി എൻ്റെ ജീവിത കാലഘട്ടം, എൻ്റെ ശേഷിക്കുന്ന കാലഘട്ടം കഴിച്ചുകൂട്ടുവാൻ, പ്രാർത്ഥനയോടെ ദർശനത്തോടെ ജീവിപ്പാൻ, കർത്താവെ തെറ്റിപ്പോകാത്ത ഒരു ഹൃദയത്തോടെ ജീവിപ്പാൻ പരിശുദ്ധാത്മാവെ എന്നെ സഹായിക്കണമെന്ന് മനസ്സുരുകി നിഷ്കളങ്ക ഹൃദയത്തോട് എത്ര പേർ പ്രാർത്ഥിക്കുക. നമ്മുടെ ഹൃദയത്തെ വായിക്കാൻ ഒരു സ്നേഹിതന് കഴിയുകയില്ല, ഒരു പാസ്റ്റർക്ക് കഴിയുകയില്ല, ഒരു ഭരണാധിപന് കഴിയുകയില്ല. പക്ഷെ പരിശുദ്ധാത്മാവിന് കഴിയുക, നീതിമാനായ ദൈവത്തിന് കഴിയുക. ദൈവത്തെ പറ്റിക്കാൻ ആർക്കും സാധ്യമല്ല, പരിശുദ്ധാത്മാവിനെ പറ്റിക്കാൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് മനസ്സുരുകി നമുക്ക് പറയാൻ സാധിക്കുമെങ്കിൽ ഇന്ന് പകൽക്കാലം 115-ാം സങ്കീർത്തനത്തിൽ ചോദിച്ച ചോദ്യം അത് നമുക്ക് മാനസാന്തരത്തിനും മടങ്ങിവരവിനും അനുതാപത്തിനും കരച്ചിലിനും ഒരു മുതൽക്കൂട്ടായി തീരും. മുടിയൻ പുത്രൻ തൻ്റെ തെറ്റ് ബോധ്യം വന്നപ്പോൾ അവൻ ഇങ്ങനെ പറഞ്ഞു, അപ്പാ, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു. ഇന്ന് നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ എനിക്ക് യോഗ്യതയില്ല. ആമേൻ സ്തോത്രം. ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് ശൗല് ദർശനത്താൽ പിടിക്കപ്പെട്ടപ്പോൾ സ്വപ്നം കണ്ട്, നീ ആരാകുന്നു കർത്താവ്? നീ ഉപദ്രവിക്കുന്ന അസസ്ത്രനായ യേശു. അന്നുവരെയും ആമേൻ സ്തോത്രം പൗലൂസിന് തിരിച്ചറിഞ്ഞില്ല, അല്ലെങ്കിൽ ശൗലിനെ അറിഞ്ഞുകൂടായിരുന്നു താൻ ദൈവത്തെ ഉപദ്രവിക്കുന്നവനാണ്. ന്യായപ്രമാണം ശുഷ്കാന്തിയോടെ പഠിച്ചവൻ, ആമേൻ സ്തോത്ര യഹൂദന്റെ ന്യായപ്രമാണം കാത്തു സൂക്ഷിപ്പാൻ ബാധ്യസ്ഥനായി ഒരു യാത്ര തീവ്രതയിൽ തുടരുമ്പോൾ അവൻ ദൈവത്തിന് വിരോധമായി ചെയ്തു കൂട്ടുന്ന ദുഷിച്ച പ്രവണതകളെ തിരിച്ചറിയാതെ പോയി. ഇന്ന് പകൽക്കാലം കർത്താവ് അവനെ പിടിച്ചു നിർത്തി, അവനെ ബോധ്യപ്പെടുത്തി, നീ ഉപദ്രവിക്കുന്ന നസ്രയനായ യേശു. നാം ഒരു വിശ്വാസിയെ ഉപദ്രവിച്ചാൽ, ഒരു ശുശ്രൂഷകനെ ഉപദ്രവിച്ചാൽ, സമശിഷ്ടങ്ങളെ ഉപദ്രവിച്ചാൽ അത് കർത്താവിനെ ഉപദ്രവിക്കുന്നതാ. ഇന്ന് പകൽക്കാലം നമുക്ക് പർവ്വതത്തിൽ കയറാൻ സാധ്യമല്ല, കർത്താവിന്റെ രാജ്യത്തിലേക്ക് പോകാൻ സാധ്യമല്ല. നമ്മുടെ കൺകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഒരു നിമിഷം അനുതാപമുള്ള ഹൃദയത്തോട് നമുക്ക് ദൈവത്തിലേക്ക് കടന്നു ചെല്ലാം. രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവന് ഞാൻ അതിലാക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം രക്ഷയ്ക്കായി കാംക്ഷിക്കുന്ന ഒരു ആത്മീയ തലം നമുക്കുണ്ടാകട്ടെ. ആമേൻ സ്തോത്രം. 12-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. ഓരോരുത്തൻ താൻ തൻ്റെ കൂട്ടുകാരനോട് വ്യാജം സംസാരിക്കുന്നു, കപടമുള്ള അതരത്തോടും ഇരുമനസ്സോടും കൂടെ സംസാരിക്കുന്നു. സഹോദരങ്ങളെ, ആമേൻ സ്തോത്രം, ഇങ്ങനെ ഒരു ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ അധരം ദൈവത്തിന്റെ നീതിയെ വർഷിപ്പിക്കട്ടെ, ദൈവിക സത്യങ്ങളെ വിളിച്ചു പറയാൻ കൃപ നൽകട്ടെ. നമ്മുടെ നാവിനെ പരിശുദ്ധാത്മാവ് ഉപയോഗിക്കട്ടെ. വൻ കൃപയോടെ സംസാരിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകുമാറാകട്ടെ. എല്ലാ കണ്ണുകളും അടച്ച് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കൾ ഭവനത്തിലായിരിക്കാം. നമുക്കൊരു വലിയ പ്രതീക്ഷയുണ്ട്. കൂടാരമാകുന്ന നമ്മുടെ ഭൗമ്യ ഭവനം അഴിയും, കൈപ്പണിയല്ലാത്തൊരു ഭവനം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ആ നിത്യഭവനത്തിൽ നാം ചേരുവാൻ കാലമായി നമുക്ക് പ്രത്യാശയോടെ ഒരുങ്ങാം, പ്രത്യാശയോടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. ആമേൻ സ്തോത്രം. ഒരുമിച്ച് ചേർന്ന് നമ്മുടെ കർത്താവിനെ ആത്മനിറവിൽ നമുക്ക് പ്രത്യാശയോടെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗാഡ്. ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. എൻ സങ്കടങ്ങൾ സകലതും തീർന്നുപോയി, സംഹാരദൂതൻ എന്നെ വിട്ട് കടന്നുപോയി. ആ പാട്ട് ചേർന്ന് പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. കുഞ്ഞാടിന്റെ വിലയേറിയ ദിനത്തിൽ
കുഞ്ഞാടിന്റെ വിലയേറിയ നീളത്തിൽ മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ, മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. മാറയെ മധുരമാക്കി തീർക്കുമവൻ, മാറയെ മധുരമാക്കി തീർക്കുമവൻ. പാറയെ പിളർന്നു ദാഹം പോക്കുമവൻ, പാറയെ പിളർന്നു ദാഹം പോക്കുമവൻ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. ഫറവോനു ഞാനിനി അടിമയല്ല, ഫറവോനു ഞാനിനി അടിമയല്ല. പരമസിയോനിൽ ഞാൻ അന്യനല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. മരുവിലും ദൈവം എനിക്കധിപതിയെ, മരുവിലും ദൈവം എനിക്കധിപതിയെ. തരും അവൻ പുതുമന്ന അത് മതിയേ, തരും അവൻ പുതുമന്ന അത് മതിയേ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. മനോഹരമായ കനാൻ ദേശമേ, മനോഹരമായ കനാൻ ദേശമേ. അതേ എനിക്കഴിയാത്തൊരവകാശമേ, അതേ എനിക്കഴിയാത്തൊരവകാശമേ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. ആനന്ദമേ പരമാനന്ദമേ, ആനന്ദമേ പരമാനന്ദമേ. കനാൻ ജീവിതം എനിക്കാനന്ദമേ, കനാൻ ജീവിതം എനിക്കാനന്ദമേ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. എന്റെ ബലവും എന്റെ സങ്കേതവും, എന്റെ ബലവും എന്റെ സങ്കേതവും. എന്റെ രക്ഷയുമേശുവത്രേ ഹല്ലേലൂയാ, എന്റെ രക്ഷയുമേശുവത്രേ ഹല്ലേലൂയാ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. ഫറവോന് ഞാനിനി അടിമയല്ല, ഫറവോന് ഞാനിനി അടിമയല്ല. പരമസിയോനിൽ ഞാൻ അന്യനല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. മനോഹരമായ കനാൻ ദേശമേ, മനോഹരമായ കനാൻ ദേശമേ. അതേ എനിക്കഴിയാത്തൊരവകാശമേ, അതേ എനിക്കഴിയാത്തൊരവകാശമേ. എൻ സങ്കടങ്ങൾ സകലതും തീർന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. എന്റെ ബലവും എന്റെ സങ്കേതവും, എന്റെ ബലവും എന്റെ സങ്കേതവും. എന്റെ രക്ഷയുമേശുവത്രേ ഹല്ലേലൂയാ, എന്റെ രക്ഷയുമേശുവത്രേ ഹല്ലേലൂയാ. എന്റെ ബലവും എന്റെ സങ്കേതവും, എന്റെ ബലവും എന്റെ സങ്കേതവും. എന്റെ രക്ഷയുമേശുവത്രേ ഹല്ലേലൂയാ, എന്റെ രക്ഷയുമേശുവത്രേ ഹല്ലേലൂയാ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. എൻ
സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. ഈ സങ്കീർത്തനങ്ങളാൽ കർത്താവ് നമ്മെ നിറയ്ക്കട്ടെ. നമ്മെ തന്നെ സൂക്ഷിപ്പാനും അനുഗ്രഹം പ്രാപിപ്പാനും ഒരു നിത്യത നമുക്കായി ഒരുക്കപ്പെടുവാനും കർത്താവ് സഹായിക്കട്ടെ. എല്ലാ കണ്ണുകളും അടച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ ഒരുമിച്ച് ആലയത്തിൽ കൂടുമ്പോൾ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആവശ്യപ്പെടാറുണ്ട്. സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ പാട്ടുകൾ പാടി അവർ വചനങ്ങൾ പ്രസ്താവിക്കാറുണ്ട്. ആമേൻ, സ്തോത്രം. ചിലരെങ്കിലും സാക്ഷ്യത്തിലൂടെ പ്രാർത്ഥന വിഷയങ്ങൾ ഓർപ്പിക്കാറുണ്ട്. നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കൃപ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. നമുക്കൊരുമിച്ച് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താം. സ്നേഹമുള്ള നല്ല ദൈവമേ, കരുണയുള്ള കർത്താവേ, ഞങ്ങളുടെ സഭയെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. ഈ ലൈവിലൂടെ ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായും സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ സഭ എന്ന ഈ മുന്തിരിത്തോട്ടത്തെ ദൈവത്തിൻ്റെ കരങ്ങളിൽ തരുന്നു. ചില ആഴ്ചകളായി ഞങ്ങൾ ഒരുമിച്ച് കൂടി ആരാധിച്ചിട്ട്, എന്നാൽ ഇപ്പോൾ ദൈവമക്കൾ ഈ ആരാധനയോട് ചേർന്ന് ഭവനങ്ങളിലിരുന്ന് ആരാധിക്കുന്നു. ദൈവവചനം അവർ കേൾക്കുന്നു. കർത്താവെ, ദൈവം അവരുടെ ഉള്ളങ്ങളെ അറിയുന്ന ദൈവമാണ്. അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ അറിയുന്ന ദൈവമാണ്. അവരുടെ ആഗ്രഹങ്ങൾ അറിയുന്ന ദൈവമാണ്. അവരെ എല്ലാം കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ. ജനത്തിൻ്റെ ആവശ്യത്തിന്മേൽ ദൈവം ഇറങ്ങണമേ. ദാരിദ്ര്യം, ഞെരുക്കം, കഷ്ടതകൾ, നെടുവീർപ്പുകൾ, ബുദ്ധിമുട്ടുകൾ ദൈവമക്കളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ദുർഘടവേളയിൽ ദൈവത്തിൻ്റെ മഹത്വമുള്ള കരം, ദൈവത്തിൻ്റെ സമൃദ്ധിയുടെ കരം, ദൈവത്തിൻ്റെ സൗഖ്യമാക്കുന്ന കരം, ദൈവത്തിൻ്റെ ആശ്വസിപ്പിക്കുന്ന കരം വാത്സല്യ പ്രിയപ്പെട്ടവരുടെ മേൽ ദൈവം അവിടെ നിന്ന് വയ്ക്കുമാറാകണമേ. ഞങ്ങളുടെ സഭയിലുള്ള എല്ലാ അമ്മമാർക്കായി, എല്ലാ പിതാക്കന്മാർക്കായി സ്തോത്രം. വാർദ്ധക്യ സഹജമായ ക്ഷീണങ്ങൾ മുഖാന്തരം ബലഹീനരും രോഗക്കിടക്കയിലുമായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. ഈ ദിവസങ്ങളിൽ കർത്താവെ, രോഗവൈകല്യ ശക്തിയിൽ നിന്ന് വിടുവിക്കണമേ. എല്ലാ കർത്താവെ, ദുർഘടമേറിയ സമയങ്ങളിൽ നിന്നും ഞങ്ങളുടെ മാതാപിതാക്കളെ കാത്തുകൊള്ളണം. ആണി തുളയ്ക്കപ്പെട്ട കരം അവരുടെ മേൽ വയ്ക്കണമേ. ആശ്വസിപ്പിക്കുമാറാകണമേ. ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ സാഹചര്യത്തിൽ കൂടുതലായി പ്രാർത്ഥിപ്പാൻ, ആത്മീയത്തിൽ മുന്നേറുവാൻ, ദൈവവചനം ഗ്രഹിപ്പാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ. വേണ്ടുവോളം ദൈവത്തിൻ്റെ കൃപ കൊണ്ട് തൻ്റെ ജനത്തെ മൂടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, തൻ്റെ ജനത്തെ പരിപാലിക്കുവാൻ, തൻ്റെ ജനത്തെ നടത്തുവാൻ, തൻ്റെ ജനത്തെ സഹായിക്കുവാൻ ദൈവത്തിൻ്റെ ജനത്തെ അവിടെ നിന്ന് ശക്തീകരിക്കുമാറാകണമേ. അവിടുത്തെ നന്മ കൊണ്ട് അലങ്കരിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. അവരുടെ പഠനം ഒക്കെ കർത്താവെ മുടങ്ങി ഭവനങ്ങളിലായിരിക്കുമ്പോൾ, എക്സാമൊക്കെ മുടങ്ങിയായിരിക്കുമ്പോൾ അവരുടെ പ്രതീക്ഷകൾ തെറ്റാതെ ദൈവത്തിൻ്റെ പദ്ധതികൾ അവർക്കായി വെളിപ്പെടുത്തുമാറാകണമേ. ആമേൻ, സ്തോത്രം. വരാൻ പോകുന്ന ദൈവപ്രവൃത്തിക്ക് അവർ മുതൽക്കൂട്ടായി തീരുവാൻ സഹായിക്കണം. ശാരീരിക ബലഹീനതകളോ മറ്റ് ബലഹീനതകളോ തൊടാതെ യേശു ക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവം കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ യുവതി യുവാക്കന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. ഈ ലൈവിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കായി സ്തോത്രം. അമേരിക്കയിലായിരിക്കുന്ന ആമേൻ സ്തോത്രം ദൈവമക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. അമേരിക്കയിൽ കർത്താവെ, അനുദിനം മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ ആമേൻ സ്തോത്രം വിടുതൽ അവിടേക്ക് ഇറങ്ങണമേ. ഇറ്റലിക്കായി പ്രാർത്ഥിക്കുന്നു, ജർമ്മനിക്കായി പ്രാർത്ഥിക്കുന്നു, കർത്താവെ ചൈനയ്ക്കായി പ്രാർത്ഥിക്കുന്നു, കാനഡയ്ക്കായി പ്രാർത്ഥിക്കുന്നു, സ്തോത്രം. ഗൾഫ് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഓസ്ട്രേലിയക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ചെന്നൈയിലായിരിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു, ബാംഗ്ലൂരായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു, ഡൽഹിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം സൂക്ഷിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമം ചൊല്ലി എല്ലാവരും രക്തത്തിൽ മുദ്ര വയ്ക്കുന്നു. കർത്താവേ, ആമേൻ സ്തോത്ര. ഞങ്ങളുടെ മാതാപിതാക്കളുടെ തലമുറകൾ ആയിരിക്കുന്ന ഇടത്തെല്ലാം ദൈവത്തിൻ്റെ കൃപ ഈ ദിവസങ്ങളിൽ പരിപാലിക്കുകയും സൂക്ഷിക്കുകയും സകലവിധ അനർത്ഥങ്ങളിൽ നിന്നും രക്ഷിക്കണമേ. കർത്താവേ, അനർത്ഥ ദിവസത്തിൽ അങ്ങയുടെ കൂടാരത്തിൽ ഞങ്ങളെ ഒളിപ്പിച്ചിരിക്കുക. സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസങ്ങളിൽ എല്ലാ കഷ്ടതകളെയും മറക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മനദിയിൽ നിന്ന് അവിടുന്ന് കുടിപ്പിക്കുമാറാകണമേ. ഞങ്ങൾ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവർ കർത്താവേ, നീ ഞങ്ങളുടെ നിഷ്കളങ്കത അറിഞ്ഞ് ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യണമേ. കർത്താവേ, ആരും നിരാശപ്പെട്ടു പോകാൻ ഇടവരല്. ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന കർത്താവേ സ്തോത്ര, ഈ കർത്താവേ കൊറോണ എന്ന ഈ കർത്താവേ സ്തോത്ര, ആമേൻ സ്തോത്രം, ഈ വൈറസിനെ ദൈവം ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റി ദൈവമേ ഞങ്ങൾക്ക് ജീവനും ശക്തിയും ദീർഘായുസ് ദൈവം കൽപ്പിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി കോടിക്കണക്കിന് ജനമൊരുങ്ങുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭാരതത്തെ രക്ഷിക്കുമാറാകണമേ. ഭാരതം രക്ഷകനെ
ലോകമങ്ങനെ കാണട്ടെ കർത്താവ്. ഞങ്ങളുടെ രാഷ്ട്രത്തലവന്മാർ യേശുവിനെ അറിയട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ലോകത്തിലെമ്പാടുമുള്ള സകല രാഷ്ട്രത്തലവന്മാർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നിയമപാലകന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സകല സ്ഥാപനങ്ങളിലെ ഉന്നതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഡിസ്ട്രിക്ട് സൂപ്രണ്ടിനായി, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾക്കായി, ഞങ്ങളുടെ പ്രസ്ബിറ്റേഴ്സിനായി, മേഖലാ ഡയറക്ടേഴ്സിനായി, ഞങ്ങളിലുള്ള സകല ദൈവത്തിന്റെ ദാസന്മാർക്കായി, എല്ലാ പ്രസ്ഥാനങ്ങൾക്ക്, ആത്മീയ പ്രസ്ഥാനങ്ങൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ ലോക്ക്ഡൌൺ മുഖാന്തരം കഷ്ടതയും പട്ടിണിയും അനുഭവിക്കുന്ന ദൈവദാസന്മാർ, ദൈവത്തിന്റെ ജനത്തെ ദൈവം അവിടെ അനുഗ്രഹിക്കണമേ. എലിയാവിന് വേണ്ടി അയച്ച കാക്കയെ ദൈവം അയക്കണമേ. സകല കഷ്ടങ്ങളിൽ നിന്ന് ദൈവം ഉദ്ധരിക്കണമേ. ആമേൻ, സ്തോത്രം. അവിടുത്തെ സമൃദ്ധിയും അവിടുത്തെ സന്തോഷവും ദൈവത്തിന്റെ ജനത്തിന് നൽകണമേ. ഞങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ച, ഞങ്ങളെ സഹായിച്ച ദൈവജനത്തെ, ദൈവത്തിന്റെ ഭക്തന്മാരെ ഞങ്ങൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. കർത്താവ്, തിരുനാമത്തിൽ ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിപ്പാൻ കൊടുത്താൽ അതിന് പ്രതിഫലം ഉണ്ടെന്ന് അരുളി ചെയ്ത നസറേയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവിടുത്തെ സന്നിധിയിൽ നിന്ന് തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ നാമം ചൊല്ലി അവിടുത്തെ ജനത്തെ ഈ പകൽക്കാലം അനുഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ദേശത്ത് ദൈവം സകല കഷ്ടങ്ങളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും വിടുവിച്ചിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവേ, ഈ ശുശ്രൂഷയ്ക്ക് സഹായമായി ആയിരിക്കുന്ന പ്രിയ റോബർട്ട് പോളിനായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ അവിടെ നിന്ന് പകരണമേ. കർത്താവേ, പ്രിയ കുഞ്ഞുമോനായി പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ കൊണ്ട് അവിടെ നിന്ന് നിറയ്ക്കണമേ. പ്രിയ ജയ്സനായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയിൽ അവിടെ നിന്ന് പുതിയമാറാകണമേ. കർത്താവേ, സ്തോത്രം. പ്രിയ രജിക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. അങ്ങനെ ഞങ്ങൾ എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൽ മുദ്ര വെച്ച് അനുഗ്രഹിക്കുന്നു. കർത്താവ്, സ്വർഗം തുറക്കുന്ന സമാധാനവും സ്വർഗം തുറന്ന് ഞങ്ങളുടെ മേൽ പകരുന്ന അനുഗ്രഹങ്ങളും ദൈവത്തിന്റെ ആത്മാവി ദിവസങ്ങളിൽ നൽകുന്നതെല്ലാം അനുഭവിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണം. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. മനുജ, വിലയുള്ള ഈ നിമിഷം രക്ഷയെ നേടിടുക. വരിക യേശുവിൻ സന്നിധിയിൽ. കളയല്ലേ മനുജ, വിലയുള്ള ഈ നിമിഷം രക്ഷയെ നേടിടുക. വരിക യേശുവിൻ സന്നിധിയിൽ. സത്യവും ജീവനും എന്നുര ചെയ്ത പ്രിയൻ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്നുര ചെയ്ത പ്രിയൻ. ഇല്ല മറ്റൊരു മാർഗം ചൊല്ലുവാൻ സ്വർപ്പുരേ, യേശുവിൻ പാദമാത്രം. ഇല്ല മറ്റൊരു മാർഗം ചൊല്ലുവാൻ സ്വർപ്പുരേ, യേശുവിൻ പാദമാത്രം. കളയല്ലേ മനുജ, വിലയുള്ള ഈ നിമിഷം രക്ഷയെ നേടിടുക. വരിക യേശുവിൻ സന്നിധിയിൽ. കളയല്ലേ മനുജ, വിലയുള്ള ഈ നിമിഷം രക്ഷയെ നേടിടുക. വരിക യേശുവിൻ സന്നിധിയിൽ. കർത്താവിന് മഹത്വം. കർത്താവിൽ പ്രിയ ദൈവസഭയിലുള്ള വാത്സല്യ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, എല്ലാ ദൈവജനത്തിനും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എൻ്റെ മാത്രമല്ല, എൻ്റെ കുടുംബത്തിൻ്റെയും സ്നേഹവന്ദനത്തെ ഞാൻ ഇത്തരണത്തിൽ അറിയിക്കുന്നു.
ഒരുമിച്ച് കാണാനും കൂട്ടായ്മ ആചരിപ്പാനും ഒരുപാട് ആഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ട്. എങ്കിലും ഈ ദിവസങ്ങളിൽ നമ്മളെല്ലാവരും ഭവനത്തിലിരുന്ന് കർത്താവിനെ ആരാധിക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ദിനരാത്രങ്ങൾ വേർതിരിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുണ്ട്, ഉപവസിക്കുന്നവരുണ്ട്. എല്ലാവരെയും സർവശക്തനായ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. പതിവ് പോലെ അരമണിക്കൂർ ഏറ്റ് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവർ, രാവിലെയും വൈകിട്ടുമുള്ള പ്രാർത്ഥനകൾ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ കഴിയുന്ന പ്രിയപ്പെട്ടവർ, അങ്ങനെയൊക്കെ ദൈവം മുൻപിൽ സമയം ചെലവിടുവാൻ എല്ലാവരോടും ഞാൻ അറിയിക്കുന്നു. ഞാൻ എൻ്റെ കുടുംബം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ മാതാപിതാക്കളുടെ മക്കൾ പലരും, കൊച്ചുമക്കളൊക്കെ അമേരിക്കയിലുണ്ട്. ഈ സഭയിലെ പ്രിയപ്പെട്ടവരുണ്ട്. അവരെല്ലാം കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒത്തിരി ദൈവമക്കൾ USA-യിലായിരിക്കുന്നു, അവരെല്ലാം ദൈവം കാക്കട്ടെ. അതുപോലെ ഓസ്ട്രേലിയയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, കാനഡയിലായിരിക്കുന്നവർ, അവരെല്ലാം കർത്താവ് പേരായി ആളാം പ്രതിയായി ദൈവം അനുഗ്രഹിക്കും, അവരെ സൂക്ഷിക്കുകയും ചെയ്യട്ടെ. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ആയിരിക്കുന്നവരെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അവരെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയ മകനും ഡൽഹിയിലായിരിക്കുന്നു, അതുപോലെ സോഫി, അതുപോലെ ഫിന്നിയൊക്കെ ചെന്നൈയിലായിരിക്കുന്നു. മറ്റ് പല പ്രിയപ്പെട്ടവരും പലയിടങ്ങളിലായിരിക്കുന്നു. അവരെയെല്ലാം കർത്താവ് പേർ ചൊല്ലി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ കൃപ എല്ലാവരോടും കൂടെ ഇരുന്ന് ഈ നാളുകളിൽ സഹായിക്കട്ടെ. സ്വർഗത്തിലെ ദൈവം ഈ ദിവസങ്ങളിൽ നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ആരാധന സ്വാതന്ത്ര്യം ലഭിക്കുന്നത് വരെ നമുക്കിങ്ങനെയുള്ള പ്രോഗ്രാം എല്ലാ ഞായറാഴ്ചയും ഉണ്ടായിരിക്കും. ദൈവമക്കൾ അത് ശ്രദ്ധിക്കണം. നിശ്ചയമായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും എപ്പോഴും ഉണ്ടായിരിക്കണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കുവാനും സഹകരിപ്പാനും ദൈവജനത്തെ കർത്താവ് ധാരാളമായി ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്ന് കർത്താവിൽ ആശ്രയിച്ചൊരു നല്ല സന്ദേശം നിങ്ങൾക്ക് തരുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തണൽ എന്ന സബ്ജക്റ്റിനെ ആസ്പദമാക്കിയാണ് ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. എല്ലാരും കൈവിട്ടാൽ കൃപയ
ഈ ദിവസങ്ങളിൽ നാം എല്ലാവരും കർത്താവിൻ്റെ കൃപയുടെ തണലിൽ ആയിരിക്കുന്ന ഒരു പ്രത്യേക സമയമാണ്. നമ്മുടെ ആയുസ് മുഴുവനും അങ്ങനെ തന്നെ ആയിരിക്കണം. അതാണ് നമ്മെക്കുറിച്ച് ദൈവത്തിൻ്റെ ആലോചന. 105-ാം സങ്കീർത്തനം 39-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവൻ തണലിനായി ഒരു മേഘം വിരിച്ച് രാത്രിയിൽ വെളിച്ചത്തിനായി തീ നിർത്തി. ഈ ലോക ജീവിതയാത്രയിൽ ചൂടേറിയ ജീവിത അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ തണൽ ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. വിശേഷിച്ച് മരുഭൂമി വാസത്തിൽ ഒരു ദൈവ പൈതലിന് തണൽ ഏറെ ആവശ്യമാണ്. 91-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ പറയുന്നു, അത്യുന്നതൻ്റെ മറവിൽ വസിക്കുക. ദൈവം തണലിലായിട്ട് നമുക്ക് വേണ്ടി മേഘത്തെ വിരിച്ചു. രാത്രി വെളിച്ചത്തിനായി ദൈവം അഗ്നിസ്തംഭത്തെ നിർത്തി. ദൈവത്തിന് മനുഷ്യരോടുള്ള കരുതൽ വലുതായിരുന്നു എന്ന് നമുക്ക് നന്നായിട്ട് തിരിച്ചറിയാൻ സാധിക്കും. ഈ ദിവസങ്ങളിലും ഒരു വലിയ ദൈവത്തിൻ്റെ കരുതലിൽ നാം സഞ്ചരിക്കുകയാണ്. ദൈവമില്ലായിരുന്നു എങ്കിൽ ഈ ചൂടേറിയ മരുഭൂമി യാത്രയിൽ നമ്മൾ വാടി കൊഴിഞ്ഞു പോകുമായിരുന്നു, നമ്മുടെ ആയുസ് കൊഴിഞ്ഞു പോകുമായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ കൃപയുടെ തണലിൽ പരിശുദ്ധാത്മാവ് നമ്മെ ജയത്തോടെ നടത്തുന്നു എന്നുള്ള കാര്യം നാം എല്ലാവരും മറന്നു പോകരുത്. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം പഠിക്കുമ്പോൾ കുറുങ്കാട്ടിൻ്റെ തണൽ നമുക്കിവിടെ ദർശിപ്പാൻ സാധിക്കും. അബ്രഹാമിൻ്റെ കൂടാരത്തിൽ അബ്രഹാമിൻ്റെ ദാസിയായിരുന്ന ഹാഗറിനെയും കുഞ്ഞിനെയും ഭവനത്തിൽ നിന്ന് ഇറക്കി വിട്ടപ്പോൾ പിഞ്ചു കുഞ്ഞിന് കുടിക്കുവാൻ തുരുത്തിയിലെ വെള്ളം ഇല്ലാതെ വന്നപ്പോൾ ദാഹജലത്തിനായി ആമേൻ സ്തോത്രം കുഞ്ഞും ഹാഗറും വലയുന്ന സന്ദർഭത്തിൽ കുഞ്ഞിനെ കാണാൻ എനിക്ക് കഴിയുകയില്ല എന്നുള്ള ചിന്തയിൽ ഒരു കല്ലേറ് ദൂരം ഒരു കുറുങ്കാട്ടിൻ്റെ തണലിൽ കുഞ്ഞിനെ കിടത്തി എനിക്ക് കുഞ്ഞിൻ്റെ മരണം കാണണ്ട എന്ന് നിലവിളിക്കുന്ന ഹാഗറിന് വേണ്ടി വെളിപ്പെട്ട ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം. ആ കുറുങ്കാട്ടിലെ തണല് ആമേൻ സ്തോത്രം ഒരു പരിധിവരെ ആ കുഞ്ഞിന് ആശ്വാസമായിരുന്നു. ദൈവം അവിടെ ഒരു കുഴി പിളർന്ന് ആ കുഞ്ഞിൻ്റെ പ്രാണനെ തണുപ്പിക്കുന്ന ഒരു സാഹചര്യം കാണാൻ സാധിക്കും. അതിൻ്റെ ദാഹത്തെ ശമിപ്പിക്കുവാൻ എന്നേക്കുമായി ഒരു ഉറവയെ ദൈവം അവിടെ തുറന്നു കൊടുത്തു. ഇന്ന് രാവിലെ സമയം ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, കുഞ്ഞിന് പാല് വാങ്ങി കൊടുക്കുവാനോ ബിസ്ക്കറ്റ് വാങ്ങി കൊടുക്കുവാനോ ആമേൻ സ്തോത്രം സാമ്പത്തിക ഞെരുക്കം കൊണ്ട് വാടക കൊടുക്കുവാനോ ആമേൻ സ്തോത്രം ചിലവുകൾക്ക് തളർന്നിരിക്കുന്ന അവസ്ഥകളിൽ നീ ഭാരപ്പെട്ടിരിക്കാം എൻ്റെ ഈ വാക്ക് കേൾക്കുമ്പോൾ. പക്ഷെ നീ അറിയാത്തൊരു തണല്, നീ അറിയാത്തൊരു ഉറവ ഇന്ന് പകൽക്കാലം ദൈവം നിനക്ക് വേണ്ടി തുറന്നിട്ടിട്ടുണ്ടെന്നുള്ള കാര്യം ദൈവമക്കൾ മറന്നു പോകരുത്. ക്രിസ്തീയ ജീവിതം ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണാനുള്ള ഒരു ആമേൻ സ്തോത്രം ഒരു തലമാണ്. ഏദേനിൽ ആരംഭിച്ച മനുഷ്യവാസം മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്ന ആമേൻ സ്തോത്രം ഒരു അവസ്ഥ പോലെ മനുഷ്യൻ എപ്പോഴും ഒരു യാത്ര ചെയ്യുന്ന വ്യക്തിയാണ്. ഒത്തിരി ദുർഘടങ്ങൾ അവൻ അതിജീവിക്കേണ്ടതായിട്ടുണ്ട്. അവൻ പ്രതീക്ഷിക്കാത്ത ആമേൻ തലങ്ങളിൽ അവൻ സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസമൊക്കെ കഴിയുമ്പോൾ വിദേശത്ത് പോകുവാനുള്ള അവസരങ്ങൾ ലഭിക്കാറുണ്ട്. അന്ന് വീട്ടുകാരോടും നാട്ടുകാരോടൊക്കെ യാത്ര പറഞ്ഞ് യാത്ര പുറപ്പെടാറുണ്ട്. ആദ്യമായിട്ട് ട്രെയിനിൽ കയറുമ്പോൾ അതിൻ്റെ ചൂളം വിളിയും ആമേൻ സ്തോത്രം ജനത്തിരക്കും ബോഗിയിലൊക്കെ കയറുമ്പോൾ ഉറ്റവരെയും ഉടയവരെയൊക്കെ ടാറ്റ പറഞ്ഞയക്കുമ്പോൾ കണ്ണുനീരോടുകൂടെ യാത്ര ചെയ്യാറുണ്ട്. ഇത് തന്നെയാണ് മനുഷ്യ ജീവിതം. നമുക്ക് പലരെയും മറക്കാൻ കഴിയുന്നില്ല, പലരെയും നമുക്ക് സ്നേഹിക്കാൻ കഴിയും, കൂടെ ഉണ്ടായിരിക്കണം. പക്ഷേ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ പലപ്പോഴും നമ്മെ ഒറ്റപ്പെടുത്താറുണ്ട്. ആയിരിക്കാൻ ആഗ്രഹിക്കാത്ത സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പലപ്പോഴും ആയിപ്പോകാറുണ്ട്. എന്നാൽ അവിടെ എല്ലാം ഒരു തണലേകുന്ന ദൈവത്തിൻ്റെ കൃപയുടെ കരമുണ്ട്. ആമേൻ സ്തോത്രം. ഇന്ന് പകൽക്കാലം എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഒരു വേദഭാഗത്ത് നിന്ന് വിരൽ ചൂണ്ടി ഞാൻ നിങ്ങളോട് അല്പസമയം സംസാരിക്കുന്നു. നിങ്ങളുടെ ആത്മീയ പശ്ചാത്തലം ഒന്ന് നന്നായി വിലയിരുത്തി ചിന്തിക്കുവാൻ ഓർപ്പിക്കുന്നു. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നു, ചൂരച്ചെടിയുടെ തണല്. താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിലിരുന്നു മരിപ്പാൻ ഇച്ഛിച്ചു. ഇപ്പോൾ മതി യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലല്ലോ എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ വ്യക്തിയെ നിങ്ങൾക്കറിയാം.
ഇത് പറഞ്ഞത് ദൈവപുരുഷനായ ഏലിയാവാണ്. ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്ത ഒരു വ്യക്തിയാണ്. ഒരു പക്ഷേ ഏലിയാവിൻ്റെ ചരിത്രം വീഡിയോയിൽ പിടിച്ചെങ്കിൽ തലമുറ ആയിരക്കണക്കിന് പ്രാവശ്യം കണ്ടാൽ കൊതി തീരാത്ത അതിമഹത്തായ അത്ഭുതങ്ങൾ ദൈവം തന്നിലൂടെ ചെയ്തു. ആമേൻ, സ്തോത്രം. കർമ്മേലിൻ്റെ കൊടുമുടിയിൽ താൻ കൈവരിച്ച വിജയം, തൻ്റെ പ്രവചന ദൂതിൻ്റെ ആമേൻ സ്തോത്രം അധികാരം, ആമേൻ ഇരുവായ്ത്തലുള്ള വാൾ പുറപ്പെടുന്നത് പോലെ പ്രവചന ശബ്ദങ്ങൾ രാജാക്കന്മാരുടെ അടിത്തറകൾ ഇളകി. ആമേൻ സ്തോത്രം. അന്ധകാര ശക്തിയുടെ അടിത്തറകളെ ഇളക്കി. മാത്രമല്ല ആമേൻ സ്തോത്രം, വെല്ലുവിളിയായി നിന്ന ഇസബേലിന്റെ കണക്കൂട്ടലുകളെ തെറ്റിച്ചു കളഞ്ഞത് ഏലിയാവിന്റെ പ്രവചനമായിരുന്നു. 850 ബാലിന്റെ പ്രവാചകന്മാരെ നിർവീര്യമാക്കിയ ഏലിയാവ് അവരിൽ ഒരുത്തനെ പോലെ നാളെ ഈ നേരമാകുന്നതിന് മുൻപ് നിന്റെ തല ഛേദിക്കപ്പെടുമെന്ന് ഇസബേൽ ഒരു സ്ത്രീ ആമേൻ സ്തോത്രം വെല്ലുവിളിച്ചപ്പോൾ ഏലിയാവ് എന്ന ദൈവപുരുഷൻ തളർന്നുപോയി. അവനൊരു ഊരച്ചെടിയുടെ തണലിൽ പോയി കിടന്ന് ആമേൻ ദൈവത്തോട് പറയുകയാണ്, മതി കർത്താവേ, എൻ്റെ പ്രാണനെ എടുക്കണമേ എന്ന്. ഏലിയാവ് തളരുവാൻ കാരണമെന്ത്? ഒരുപക്ഷെ തളർന്ന ഏലിയാവിനെ പരിഹസിക്കുവാൻ ആൾ കണ്ടെന്നിരിക്കുക. അവൻ കഴിവില്ലാത്തവനല്ല, അവൻ ശുശ്രൂഷ ഇല്ലാത്തവനല്ല, അവൻ ദൂതില്ലാത്തവനല്ല, അവൻ്റെ ദൂത് നിറവേറാത്തത് കൊണ്ടല്ല. ആമേൻ സ്തോത്രം. ഒരുപക്ഷെ സൗഭാഗ്യങ്ങൾക്ക് ആമേൻ സ്തോത്രം ഒരു മുതൽക്കൂട്ടായി കൊട്ടാരവാസിയായി അവന് ജീവിപ്പാൻ കഴിയും. ഭൂതലത്തിൽ ഒരു മുഖവും നോക്കാതെ ദൈവത്തിന്റെ മുഖം നോക്കി ദൂത് വിളിച്ചു പറഞ്ഞ ഏലിയാവിന് ഭരണകൂടം അനുകൂലമല്ലായിരുന്നു, ആഹാബ് അനുകൂലമല്ലായിരുന്നു, ആമേൻ സ്തോത്രം ഇസബേൽ അനുകൂലമല്ലായിരുന്നു. ആമേൻ. എന്നാലും ദൈവത്തിന്റെ അരുളപ്പാടുകൾ പ്രസ്താവിക്കുവാൻ ഏലിയാവ് ബാധ്യസ്ഥനായിരുന്നു. മുഖം നോക്കാതെ പ്രസംഗിച്ച, മുഖം നോക്കാതെ പ്രവചിച്ച ഏലിയാവിന്റെ തലയെടുക്കുവാൻ ഇസബേലിന് മടിയില്ലാതെ ഗൂഢാലോചനകൾ നടത്തി തന്ത്രങ്ങൾ മെനയുമ്പോൾ ആമേൻ സ്തോത്രം ഒരു ചൂരച്ചെടിയുടെ തണലിൽ തളർന്നു കിടക്കുന്ന ഏലിയാവിനോട് ആമേൻ സ്തോത്രം തിരുവെഴുത്ത് ഇങ്ങനെ പറയുന്നു, ചൂരച്ചെടിയുടെ തണലിൽ കിടക്കുന്ന ഏലിയാവിനെ ശക്തീകരിപ്പാൻ അവിടേക്ക് ദൂതൻ ഇറങ്ങി വന്നു. പ്രായമുള്ള മാതാപിതാക്കളോട് ഞാൻ പറയുന്നു, ഭവനത്തിന് പുറത്തിറങ്ങാൻ കഴിയാതെ നിങ്ങൾ വീട്ടിനകത്തായിരിക്കുമ്പോൾ, ഇന്ന് നിങ്ങളുടെ മക്കൾ അന്യരാജ്യത്തായിരിക്കാം, നിങ്ങളോടൊപ്പം വന്ന് താമസിക്കാനോ നിങ്ങളുടെ ക്ഷേമം അന്വേഷിക്കുവാൻ ഫോണിൽ കൂടെ അവർക്ക് കഴിയുന്നില്ല. പക്ഷെ ഞാൻ ആമേൻ നിങ്ങളുടെ പാസ്റ്ററായ എനിക്ക് വന്നു കാണാൻ കഴിയുന്നില്ല, സഭാവിശ്വാസികൾക്ക് വന്നു കാണാൻ കഴിയുന്നില്ല. ഒരു ജംഗ്ഷനിൽ നിന്ന് അടുത്ത ജംഗ്ഷനിൽ പോകാൻ വിലക്കുകൾ നമുക്കുണ്ട്. പക്ഷെ ഇന്ന് രാവിലെ ഞാൻ ദൈവമക്കളോട് പറയുന്നു, നിങ്ങളെ സഹായിപ്പാൻ ദൈവത്തിന്റെ ദൂതൻ നമ്മുടെ പിതാക്കന്മാരുടെ കാലത്ത് ആമേൻ ഇറങ്ങി വന്നതുപോലെ നിങ്ങളുടെ ബലഹീന അനുഭവങ്ങളിൽ, നിങ്ങളുടെ ബെഡ്റൂമിൽ, നിങ്ങളുടെ വീട്ടിനകത്ത്, നിങ്ങളുടെ ജീവിത സാഹചര്യത്തിൽ നിങ്ങളെ വിടുവിപ്പാൻ, ശക്തീകരിപ്പാൻ ആമേൻ സ്തോത്രം ദൈവത്തിന്റെ ദൂതൻ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്നിട്ടുണ്ട്. ദൂതൻ അവനെ തട്ടി അവനോട് എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ വിലാപ്പുറത്ത് തട്ടി, ദൈവത്തിന്റെ ദൂതൻ നിങ്ങളെ തട്ടി ഉണർത്തി ഇന്ന് പകൽക്കാലം ജീവന്റെ മണ്ണ് ഭക്ഷിക്കാൻ പറയുന്നൊരു കാലമാണ്. എന്തെന്നറിയാമോ? അധൈര്യം മാറിപ്പോകട്ടെ, ബലഹീനത മാറിപ്പോകട്ടെ, നിരാശ മാറിപ്പോകട്ടെ, ആമേൻ സ്തോത്രം സകല ദുഃഖങ്ങൾ മാറിപ്പോകട്ടെ. ദൈവത്തിൽ ബലപ്പെട്ടാൽ നിനക്കൊരു യാത്രയുണ്ട്. ദൈവത്തിൽ ബലപ്പെട്ടാൽ നിനക്ക് ദീർഘായുസ്സോടെ ഇരിക്കാം. ദൈവത്തിൽ ബലപ്പെട്ടാൽ വാഗ്ദത്ത നിവർത്തി നിന്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുകയാണ്. തലമുറകൾക്ക് വരാൻ പോകുന്ന അനുഗ്രഹത്തെ കാണുവാൻ പോകുകയാണ്. വാഗ്ദത്തത്തിൽ ബലപ്പെട്. ദൈവത്തിന്റെ ദൂതൻ നിന്നെ അതിനായി തട്ടി ഉണർത്തുകയാണ്. 121 സങ്കീർത്തനം 5-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, യഹോവ വലത്ത് ഭാഗത്ത് നിനക്ക് തണൽ. ആമേൻ സ്തോത്രം. പ്രാർത്ഥിക്കുന്നവന്റെ തണൽ യഹോവയുടെ ചിറകാണ്, ദൈവത്തിന്റെ കരമാണ്. ദൈവത്തിന്റെ പാദത്തിൽ ആശ്രയിക്കുന്നു ദൈവ പൈതലേ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ചിറകിൻ മറവിൽ മറയുവാൻ പരിശുദ്ധാത്മാവിടെ ആകട്ടെ. യഹോവ നിന്റെ വലത്ത് ഭാഗത്ത് നിനക്ക് തണൽ. ഇന്ന് പകൽക്കാലം നോക്കണേ, എത്ര അനുഗ്രഹിക്കപ്പെട്ടൊരു വചനമാണ്. ആമേൻ സ്തോത്രം. മനസ്സ് ചൂടിന്റെ അനുഭവത്താൽ തിളച്ചു മറിയുന്ന നിരാശകളാൽ, ചോദ്യചിഹ്നങ്ങളാൽ ഭാരപ്പെട്ടിരിക്കുന്ന ജീവിതമേ, നിന്റെ തണൽ കർത്താവാണ്. എല്ലാ പ്രതികൂലവും അതിജീവിക്കുവാൻ നിനക്ക് തണലേകുവാൻ കർത്താവ് നിന്റെ അരികിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. യഹോവ നിന്റെ പരിപാലകനാണ്. യഹോവ നിന്റെ വലത്ത് ഭാഗത്ത് നിനക്ക് തണലാണ്. നോക്കണേ, പരിപാലിക്കുന്ന ഒരു ദൈവം, തണലായ ഒരു നല്ല കർത്താവ് കൂടെയുണ്ട്. സ്തോത്രം. യെശയ്യാ 4:6 പറയുന്നു, പകൽ വെയിൽ കൊള്ളാതിരിപ്പാൻ കർത്താവ് നമ്മുടെ തണലാണ്. സ്തോത്രം. പകൽ വെയിൽ കൊള്ളാതിരിപ്പാൻ, ചൂടിന്റെ ആധിക്യത്താൽ സൂര്യന്റെ കിരണങ്ങൾ പതിക്കുന്ന സമയത്ത് ശരീരം പൊള്ളുന്നത് പോലെ പ്രതികൂലമാകുന്ന ആമേൻ സ്തോത്രം ചൂടിനാൽ ആമേൻ മനസ്സും ശരീരവും ഒരുപോലെ പൊള്ളുമ്പോൾ, ചിലപ്പോഴൊക്കെ പ്രാർത്ഥിക്കാൻ കഴിയാതെ തളർത്തി കളയുമ്പോൾ, ആരാധിപ്പാൻ കഴിയാതെ തളർത്തി കളയുമ്പോൾ, ആകുലതകൾ അലട്ടുമ്പോൾ, നിരാശകൾ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ, അയ്യോ ദൈവമേ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിക്കുന്നുവെന്ന് നീ ഭാര
ഭാരപ്പെട്ടിരിക്കുമ്പോൾ നീ അതിൽ നിനക്ക് തണല് തരുവാൻ, കൊടുങ്കാറ്റും മഴയും തട്ടാതിരിപ്പാൻ, പ്രതികൂലത്തിന്റെ കാറ്റാഞ്ഞടിക്കാതിരിപ്പാൻ, പ്രതികൂലത്തിന്റെ സാഹചര്യങ്ങളിൽ സ്തോത്രം അത് നിന്നെ തകർത്തു കളയാതിരിപ്പാൻ ദൈവം നിനക്ക് മറവിടമായ ഒരു കൂടാരമായി നിന്റെ പേരിൽ ഇറങ്ങി വരുമെന്നുള്ളൊരു സംശയമില്ല. യെശയ്യാപ്രവചനം 25-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വേദവാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഉഷ്ണത്തിൽ നമ്മുടെ കർത്താവ് നമുക്കൊരു തണലാണ്. എന്താണ് അവിടുത്തെ പ്രത്യേകത? ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിലിന്റെ നേരെ കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോൾ നീ എളിയവന് ഒരു ദുർഗവും, ദരിദ്രന് അവന്റെ കഷ്ടത്തിൽ ഒരു കോട്ടയും, കൊടുങ്കാറ്റിൽ ഒരു ശരണവും, ഉഷ്ണത്തിൽ ഒരു തണലുമായിരിക്കുന്നു. നോക്കണേ, ഭയങ്കരന്മാരുടെ ചീറ്റൽ. രാജാക്കന്മാർ, വലിയ ധീരന്മാരായവർ ദൈവത്തിന്റെ ദാസന്മാർക്കെതിരെ, ദൈവസഭകൾക്കെതിരെ ഭയങ്കരമായി ചീറ്റലുകൾ സ്തോത്രം പെരുമഴ പോലെ ആക്രോശിച്ചുകൊണ്ട് അവർക്ക് നേരെ വിരൽ ചൂണ്ടി പ്രതികൂലങ്ങൾ അഴിച്ചു വിട്ടു. ഒരിക്കൽ സ്തോത്രം പത്രോസിനെയും യോഹന്നാനെയും തടവിലാക്കിയ സമയത്ത് അവർ കൈകാലുകൾ ബന്ധിക്കപ്പെട്ടവരെങ്കിൽ ആത്മാവിൽ പാടി ആരാധിച്ചു. നിനക്ക് പ്രതികരിപ്പാൻ കഴിയുന്ന ഒന്നുണ്ട്, നിന്റെ ശരീരം കൊണ്ട് ആരാധിക്കുക, നിന്റെ വായ് കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. ബന്ധനങ്ങൾ നിനക്ക് ചുറ്റുമുണ്ടെങ്കിൽ അവയെ അതിജീവിക്കുന്ന ദൈവശക്തി കൊണ്ട് ആത്മാവിൽ പോരാടുന്നത് പ്രാർത്ഥനയിലും ആരാധനയിലും വചനധ്യാനത്തിലും നീ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ഓരോരോ ചങ്ങലകളായി അഴിഞ്ഞു വീഴും, ഓരോരോ ബന്ധനങ്ങളായി തകർന്നു വീഴും. പ്രതികൂലം നിന്നെ തകർത്തുന്നല്ല, നിന്റെ വിശ്വാസവും നിന്റെ പ്രത്യാശയും നിന്റെ ആരാധനയും നിന്റെ പാട്ടും നിന്റെ സ്തുതിഗീതവും നീ സ്തോത്രം പ്രതികൂലത്തെ തകർത്ത് ബന്ധനങ്ങൾ വിട്ട് നീ പുറത്തു വരും. അപ്പോസ്തലിക കാലഘട്ടം പഠിച്ചാൽ സ്തോത്രം അപ്രകാരമുള്ള ഒരു വിടുതലാണ് നമുക്ക് ദർശിപ്പാൻ നമുക്ക് സാധിക്കുന്നത്. ഹല്ലേലൂയ. തിളച്ച എണ്ണയിലിട്ടാൽ സ്തോത്രം നശിച്ചു പോകുമെന്ന് ഡൊമീഷ്യൻ സ്തോത്രം യോഹന്നാനെ കുറിച്ച് തെറ്റിദ്ധരിച്ചു. സ്തോത്രം ഫസ്ഫോസിൽ നാട് കടത്തിയാൽ അവൻ എന്നേക്കുമായി ഇല്ലാതാകും. പക്ഷെ ഓർത്തുകൊള്ളണം, ആ ഒറ്റപ്പെടലായ ഏകാന്തത കർത്തൃ ദിവസത്തിൽ ആത്മവിവശനാക്കിയത് മാത്രമല്ല, വേദപുസ്തകത്തിൽ 66-ാമത്തെ പുസ്തകമായ സ്തോത്രം വെളിപ്പാട് പുസ്തകം, യേശു ക്രിസ്തുവിന്റെ വിലപ്പെട്ട വെളിപ്പാടോടുകൂടെ യോഹന്നാൻ പുറത്തേക്ക് വന്നു. ഇന്ന് പകൽക്കാലം ദൈവവൈതല് പ്രാർത്ഥനയുടെ കൂടാരത്തിനകത്ത് നിനക്ക് ഇരുന്നു കൊണ്ട് ദൈവത്തിന്റെ തണലിൽ ഈ ദിവസങ്ങളിലായിരുന്നു കൊണ്ട് പ്രാണനെ തണുപ്പിക്കുന്ന ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഒരു വെളിപ്പാടോടെ പുറത്തു വരുവാൻ സാധിക്കുമെങ്കിൽ നീ ഭാഗ്യവാനാണ്. നിനക്ക് ഈ ലോകത്തോടൊരു ദൂത് പറയുവാനുണ്ട്, ഈ ലോകത്തിൽ നിനക്കൊരു ശുശ്രൂഷയുണ്ട്, ദർശനത്തോടുകൂടെ നിൽപ്പാൻ നിനക്ക് ഇടവരുമെന്നുള്ളൊരു സംശയമില്ല. യെശയ്യാപ്രവചനം 24-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, മേഘത്തിൻ തണൽ കൊണ്ട് വരണ്ട നിലത്തിലെ ഉഷ്ണത്തെ പോലെ നീ അന്യന്മാരുടെ ആരാവാരങ്ങളെ അടക്കിക്കളയുന്നു. മേഘത്തിൻ്റെ തണൽ കൊണ്ട് ഉഷ്ണം എന്ന പോലെ നിഷ്കണ്ഠന്മാരുടെ പാട്ട് ഒടുങ്ങിപ്പോകുക, നിഷ്കണ്ഠന്മാരുടെ പാട്ട് ഒടുങ്ങിപ്പോകുക. ഞാൻ നിഷ്കണ്ഠൻ എന്ന പദത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ അതിന് ഉള്ള വാക്കിതാണ്, എ ടെറിബിൾ പേഴ്സൺ എന്നാണ് അതിന് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇതാണ്, ശത്രുക്കൾ ഇല്ലാത്തവൻ ഏകാധിപതി എന്നാണ്. ചില വെല്ലുവിളികൾ വൈറസ് പോലെ നമ്മുടെ മുൻപിൽ നിന്ന് പോരാടും. സ്തോത്ര ആർക്കും കീഴ്പ്പെടാത്ത സ്തോത്ര ചില വെല്ലുവിളികൾ നമ്മുടെ മേൽ കടന്നു വരുമ്പോൾ ഏകാധിപതിയായ, ഏകനാഥനും ഏകകർത്താവുമായ കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാനുണ്ടെന്ന് ദൈവമക്കൾ അറിയണം. സ്തോത്ര ദാവീദിനെ നോക്കി ഗദ്ദിനായ ഗോലിയാത്ത് വെല്ലുവിളിക്കുമ്പോൾ സ്തോത്ര ദാവീദ് പറഞ്ഞ വാക്ക് എല്ലാവർക്കും അറിയാമെങ്കിലും ഒന്ന് ഓർമ്മപ്പെടുത്തട്ടെ, യുദ്ധം യഹോവയ്ക്കുള്ളത്. ആമേൻ. ഇന്ന് പകൽക്കാലം പറ, എൻ്റെ യുദ്ധകാലം സ്തോത്ര ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കർത്താവിൻ്റെ പുറകിൽ എൻ്റെ മുൻപിൽ നല്ലൊരു കർത്താവുണ്ട്. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, അതേ സ്തോത്രം യെശയ്യാപ്രവചനം 32:2 പറയുന്നു, വൻപാറയുടെ തണൽ പോലെ ഇരിക്കും ഓരോരുത്തൻ കാറ്റിന് ഒരു മറവും സ്തോത്രം പിശറിന് ഒരു സങ്കേതവുമായിരിക്കും. വരണ്ട നിലത്ത് നീർത്തോടുകൾ പോലെയും ക്ഷീണമുള്ള ദേശത്ത് വൻപാറയുടെ തണൽ പോലെ ഇരിക്കും. സ്തോത്രം നോക്കണേ, ചീറ്റലും പൊട്ടലും പിശറുമൊക്കെ ജീവിതത്തിൽ തകർത്ത് കളയുമെന്ന് വിചാരിക്കുമ്പോൾ ക്രിസ്തുവാകുന്ന വൻപാറയുടെ മറവിൽ, പിളർക്കപ്പെട്ട പാറയിൽ, ക്രിസ്തുവാകുന്ന പാറമേൽ യഹോവയാം യാഹിൽ ശാശ്വതമായൊരു പാറ ഉള്ളതിനാൽ സ്തോത്രം എന്നേക്കും ആശ്രയം വയ്പ്പിൻ. അവർ അനുഗമിച്ച ആ പാറ ക്രിസ്തുവായിരുന്നു. യേശു ക്രിസ്തു എന്ന പാറമേൽ ഏറ്റുമുട്ടിയ സകലതും തകർന്നു
പോയിട്ടുണ്ട്. രാജാക്കന്മാർ, ഉന്നതന്മാർ, ഭരണകൂടങ്ങൾ തകർന്നു പോയി. ആമേൻ സ്തോത്രം. പാറിൽ നിന്നും തൻ്റെ നാമത്തെ ഉടയ്ക്കുവാൻ ശ്രമിച്ച സകലതും തകർന്നു പോയി. ഇന്ന് പകൽക്കാലം ആ പാറയാകുന്ന ക്രിസ്തുവിൻ്റെ അഭിഷേകം അകത്തളത്തിലുണ്ടെങ്കിൽ നിന്നോട് ഏറ്റുമുട്ടുന്ന സകലതും തകർന്നു പോകും. ആത്മാവിൻ്റെ അധികാരത്തോടെ ഞാൻ പറയുന്നു, അഭിഷേകം നുകത്തെ തകർത്തു കളയും. എല്ലാ വെല്ലുവിളികളെയും തകർത്തുകൊണ്ട് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ അത്യന്ത ശക്തിയാൽ പുറത്തു വരും. റോമ ഗവൺമെന്റിന്റെ ഇമ്പീരിയൻ മുദ്രയ്ക്ക് യേശു ക്രിസ്തുവിന്റെ ഭൗതിക ശരീരത്തെ പിടിച്ചടക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഒരു പുനരുത്ഥാനത്തിന്റെ ശക്തി ഈ തലമുറയിൽ എൻ്റെ മേലുള്ളത് കൊണ്ട് ഞാൻ പുറത്തു വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ കർത്താവ് പുറത്തെടുക്കുന്ന ദിവസമാണ്. യെഹെസ്കേൽ പ്രവചനം 31-ാം അധ്യായം 3-ാം വാക്യം. കൊമ്പുകളോടും അവിടെ പറയുന്ന ഭാഗം ഇതാണ്. ആമേൻ സ്തോത്രം. അശൂർ ലെബാനോനിൽ ഭംഗിയുള്ള കൊമ്പുകളോടും തണലുള്ള ആമേൻ ഇലകളോടും പൊക്കത്തിലുള്ള വളർച്ചയോടും കൂടിയ ദേവദാര് ആയിരുന്നല്ലോ. അശൂർ എന്ന ആമേൻ പദം നോഹയുടെ മകനായ ശേമിൻ്റെ പുത്രന്മാരിൽ രണ്ടാമനാണ് അശൂർ. ആമേൻ സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം 22-ാം വാക്യം. 1 ദിനവൃത്താന്തം പുസ്തകം ആമേൻ സ്തോത്രം 1-ാം അധ്യായം 17-ാം വാക്യം. അശൂരിൻ്റെ സന്തതികൾ അശൂർ ദേശത്ത് വന്ന് പാർത്തു. അവരുടെ അവസ്ഥ എങ്ങനെയെന്നറിയാമോ? 30 മീറ്ററോളം ഉയരത്തിൽ വളരുന്നതും തണലിന് ഉതകുന്നതുമായ വൃക്ഷമാണ് ദേവദാര്. ആമേൻ സ്തോത്രം. ഉയരത്തിനും ആമേൻ സ്തോത്രം ഉത്തരത്തിനും തൂണുകൾക്കും തുലാങ്ങൾക്കും കൊത്തുപണികൾക്കും പലകൾക്കും ഉത്തമമാണ് ഇത്. ആമേൻ സ്തോത്രം. ഇതൊരു രാജവൃക്ഷമായി കരുതി വരുന്നു. നോക്കണേ, ലെബാനോന്റെ ആമേൻ പ്രത്യേകത എന്താണ്? ആമേൻ സ്തോത്രം. നോഹയുടെ മകനായ ശേമിൻ്റെ പുത്രന്മാരിൽ രണ്ടാമനായ അശൂര്. ആമേൻ അശൂരിൽ പാർക്കുന്ന ജനത്തിന്റെ നടുവിൽ പോയി പാർത്തു. ആമേൻ സ്തോത്രം. ലെബാനോനിലെ ദേവദാര് പോലെ അവർ തഴച്ചു നിൽക്കുകയാണ്. ലോകത്തിൽ ഏത് മനുഷ്യരുടെ ഇടയിൽ നീ പാർത്താലും നിനക്കൊരു തഴപ്പുണ്ട്, നിനക്കൊരു ഉയർച്ചയുണ്ട്. നീ പടർന്ന് പന്തലിക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും, നീ അനേകർക്ക് തണലായിരിക്കും. ദൈവത്തിൻ്റെ വചനം അബ്രഹാമിനോട് പറയുന്നത് പോലെ നീ ഒരു അനുഗ്രഹമായിരിക്കും. നീ കാൽ ചവിട്ടുന്ന ദേശം ഞാൻ നിനക്ക് അനുഗ്രഹിച്ചു തരും. വേഗത്തിൽ എൻ്റെ വാക്കുകൾ ഞാൻ വിടുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ദേവദാര് എന്ന വാക്കിന് ആമേൻ സ്തോത്രം കൊടുത്തിരിക്കുന്ന പദം സീതാർ എന്നാണ്. എബ്രായ വാക്കാണ്. ആമേൻ സ്തോത്രം. ഏറസ് എന്നാണ് ഗ്രീക്ക് വാക്ക്. ആമേൻ സ്തോത്രം. ഇതിനെ ദേവദാർ എന്ന പദത്തിന് ദേവവൃക്ഷം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ബൈബിളിൽ കൂടുതലും പറഞ്ഞിട്ടുള്ള വളരെ പ്രസിദ്ധമായ ലെബാനോനിലെ ദേവദാരുവിനെ കുറിച്ചാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എന്നെ കേൾക്കുന്ന ദൈവമക്കള്, ദേവദാര് ആമേൻ സ്തോത്രം വളർന്ന് അതിന് കൊടുങ്കാറ്റുകൾക്കോ പ്രതികൂലങ്ങൾക്കോ പിഴുതുമറിക്കാൻ കഴിയാതെ ആഴത്തിൽ അതിൻ്റെ വേരുകൾ ഊന്നി ആമേൻ സ്തോത്രം പ്രതികൂലങ്ങളെ അതിജീവിച്ച് തല ഉയർത്തി നിൽക്കുന്നത് പോലെ ദൈവത്തെ പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ ഈ പ്രലോഭനങ്ങളും പ്രതികൂലങ്ങളും അതിജീവിച്ച് തല ഉയർത്തി നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വചനം കേൾക്കുന്ന എല്ലാവരും അപ്രകാരം ദൈവത്തിൽ വിശ്വസിക്കുക. ദാനിയേൽ പ്രവചനം 4-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം വായിക്കുമ്പോൾ നെബൂഖദ്നേസർ എന്നൊരു വൃക്ഷത്തെ കാണാൻ സാധിക്കുന്നു. അവിടെ കുറിച്ച് ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അതിൻ്റെ ഇല ഭംഗിയുള്ളതും ഫലം അനവധിയുമായിരുന്നു, എല്ലാവർക്കും അതിൽ ആഹാരമുണ്ടായിരുന്നു. നെബൂഖദ്നേസർ രാജാവ് കണ്ട സ്വപ്നമാണ്. അവനക്ക് ധാരാളം കഴിവുണ്ടായിരുന്നു, പ്രഗത്ഭനായ ഒരു രാജാവ്. ആമേൻ സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവത്തിന് മഹത്വം കൊടുക്കാത്ത സ്വന്തം പ്രതാപത്തിൽ അഹങ്കരിച്ച രാജാവിനെ തായ്തടി നിർത്തി ശിഖരങ്ങൾ ഇറങ്ങി അതിൻ്റെ മുകളിൽ വെച്ചും മുറിച്ചു മാറ്റിയ ഒരു വെളിപ്പാടാണിത്. ഇന്ന് പകൽക്കാലം ഞാൻ പറയുന്നു, ദേവദാരു വളരും, അതിന് അഭിഷേകമുണ്ട്, തിരഞ്ഞെടുപ്പുണ്ട്, ദൈവത്തിൻ്റെ ആമേൻ സ്തോത്രം ഉദ്ദേശശുദ്ധി അതിൻ്റെ പിന്നിലുണ്ട്. പക്ഷെ നെബൂഖദ്നേസർ എന്ന ആ കാട്ടു മരമുണ്ടല്ലോ, അത് ദൈവത്തിൻ്റെ പദ്ധതികളെ ആമേൻ സ്തോത്രം വെറുക്കുന്നതാണ്, ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വിരോധമാണ്. ഞാൻ ഇന്ന് പകൽക്കാലം പറയുന്നു, ദൈവത്തിന് വിരോധമായുള്ള നെബൂഖദ്നേസർ എന്ന മരത്തെ ദൈവം വെട്ടിമാറ്റിയെങ്കിൽ, അതിൻ്റെ ശിഖരങ്ങൾ ആമേൻ സ്തോത്രം അരങ്ങി മാറ്റിയെങ്കിൽ, ഇന്ന് പകൽക്കാലം ഓർത്തോ ആമേൻ സ്തോത്രം, ദേവദാര് അതുപോലെയല്ല തഴച്ചു വളരും. ഹല്ലേലൂയ. യോനയുടെ പ്രവചനം 4-ാം അധ്യായം 5-ാം വാക്യത്തിൽ വായിക്കുന്നു: നഗരത്തിന് എന്ത് സംഭവിക്കുമെന്ന് കാണാൻ നോഹ ആമേൻ സ്തോത്രം യോന കാത്തിരുന്നു. എന്താണ് സംഭവിച്ചത്? അനന്തരം യോന നഗരം വിട്ട് ചെന്ന് നഗരത്തിൻ്റെ കിഴക്കുവശത്തിരുന്നു. അവിടെ ആമേൻ ഒരു കുടിലുണ്ടാക്കി നഗരത്തിന് എന്ത് ഭവിക്കുമെന്ന് കാണുവോളം അതിന് കീഴെ തണലിൽ പാർത്തു. ഒരു കുടിലുണ്ടാക്കി ഒരു തണലിൽ ആമേൻ സ്തോത്രം ആശ്രയിച്ചിരിക്കുക. പ്രവചനം നിറവേറാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഈ ആമേൻ യോനയെ കാണാൻ സാധിക്കും. ദൈവം നിനവേക്കാരെ രക്ഷിക്കാൻ വേണ്ടിയാണ് ദൂത് പറയാൻ പറഞ്ഞത്. ജനം നശിക്കാൻ പാടില്ല. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ മുടങ്ങുന്ന സകല ദൂതുകളും ജനത്തിൻ്റെ തിന്മയ്ക്കായിട്ടല്ല, ജനത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ജനത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. യോന പ്രതീക്ഷിച്ചതുപോലെ സംഭവിക്കാതെ വന്നപ്പോൾ മറ്റൊരു പരീക്ഷണം അവൻ്റെ മുൻപിൽ ദൈവം കടത്തിവിട്ടു. രാവണക്കിൻ്റെ തണല്. 4-ാം അധ്യായം 6-ാം വാക്യം: യോനയെ അവൻ്റെ സങ്കടത്തിൽ നിന്ന് വിടുവിപ്പാൻ തക്കവണ്ണം
അവൻ്റെ തലയ്ക്ക് മീതെ തണലായിരിക്കേണ്ടതിന് യഹോവയായ ദൈവം ഒരു ആവണക്ക് കൽപ്പിച്ചുണ്ടാക്കി, അതവന് മീതെ വളർന്നു പൊങ്ങി. ആമേൻ, സ്തോത്രം. തൻ്റെ വാക്ക് തന്നിലൂടെ പറഞ്ഞ ദൂത് നിറവേറുവാൻ ആഗ്രഹിച്ച് ആമേൻ നിനവയുടെ നാശം കാത്തിരുന്ന യോന നോക്കിയപ്പോൾ ദൈവം കൽപ്പിച്ചുണ്ടാക്കിയ ഒരു ആവണക്ക് വേഗത്തിൽ അത് വളർന്ന് പടർന്ന് പന്തലിച്ചു. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ഒരു പുഴുമുഖാന്തരം ആവണക്ക് നശിച്ചു പോകുന്നതായി കാണാൻ സാധിക്കും. ഇന്ന് രാവിലെ സമയം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവ ഇഷ്ടമില്ലാത്ത ചിന്തകളും ദൈവ ഇഷ്ടമില്ലാത്ത പ്രവൃത്തികൾക്ക് നാം ഒരുങ്ങുമ്പോൾ പല തണലുകളെയും ദൈവം വെട്ടിമാറ്റുമെന്നുള്ളതിനും യാതൊരു സംശയവുമില്ല. ആമേൻ. 119 സങ്കീർത്തനം 7 വാക്യത്തിൽ വായിക്കുന്നു, യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. തണൽ നമുക്ക് ദൈവം തന്നു എങ്കിൽ, നമ്മ ദൈവത്തിൻ്റെ തണലിന് കീഴിൽ നാം വിശ്രമിക്കുന്നു എങ്കിൽ, നാം ഒരു കാര്യം ഓർത്തുകൊള്ളണം, നമ്മുടെ പ്രാണൻ തണുപ്പിക്കുന്ന ഒരു ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം നമുക്ക് അനുഭവിപ്പാനിടയായി തീരും. ദൈവത്തിൻ്റെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. മാനസികമായ ചിന്തകൾ, പിരിമുറുക്കങ്ങൾ, എല്ലാ ചോദ്യങ്ങളും ഇന്ന് പകൽക്കാലം മാറി ദൈവത്തിൻ്റെ വചനത്താൽ ആശ്വാസം പ്രാപിപ്പാൻ കർത്താവ് കൃപ നൽകട്ടെ. 23 സങ്കീർത്തനം 3 വാക്യത്തിൽ പറയുന്നു, എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. ഇന്ന് പകൽക്കാലം ചോദ്യങ്ങൾ, ചിന്തകൾ, ആകുലതകൾ, വ്യാകുലതകൾ, ഭാരങ്ങൾ, പ്രയാസങ്ങൾ, നിരാശകൾ താണ്ഡവമാടുന്ന തലങ്ങളിൽ ഇന്ന് പകൽക്കാലം വചനത്താലും ദൈവത്തിൻ്റെ ആത്മാവിനാലും ആശ്വാസം കണ്ടിട്ട് പ്രാണൻ തണുക്കുന്ന ഒരു പകൽക്കാലമായി മാറട്ടെ. സദൃശ്യവാക്യം 11 അധ്യായം 25 വാക്യത്തിൽ പറയുന്നു, ഔദാര്യമാനസൻ പുഷ്ടി പ്രാപിക്കും. ആമേൻ, സ്തോത്രം. തണുപ്പിക്കുന്നവന് തണുപ്പ് കിട്ടും. മറ്റൊരാളിനെ ആശ്വസിപ്പിക്കുന്നവന്, മറ്റൊരാളിന് തണലേകുന്നവന് ദൈവത്തിൽ നിന്നുള്ള ആശ്വാസം ലഭിക്കും. ആമേൻ, സ്തോത്രം. സദൃശ്യവാക്യം 15 അധ്യായം 30 വാക്യത്തിൽ പറയുന്നു, കണ്ണിൻ്റെ ശോഭ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു, നല്ല വർത്തമാനം അസ്ഥികളെ തണുപ്പിക്കുന്നു. ദൈവം നിന്റെ തണലാണെങ്കിൽ, ദൈവത്തിൻ്റെ കൃപയുടെ തണലിൽ നീ ആയിരിക്കുന്നെങ്കിൽ, അനേകരെ ആശ്വസിപ്പിക്കുന്ന നല്ല വർത്തമാനങ്ങൾ ഷെയർ ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് കൃപ ചെയ്യട്ടെ. നോക്കണേ, കണ്ണിൻ്റെ ശോഭ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു, നല്ല വർത്തമാനം, ആമേൻ, സ്തോത്രം, ആമേൻ, നമ്മുടെ അസ്ഥികളെ തണുപ്പിക്കുന്നു. സദൃശ്യ 25:13 വായിക്കുമ്പോൾ, വിശ്വസ്തനായ ദൂതൻ തന്നെ അയക്കുന്നവർക്ക് ആമേൻ കൊയ്ത്തുകാലത്ത് ഹിമത്തിൻ്റെ തണുപ്പ് പോലെയാകുന്നു. ദൈവത്തിൻ്റെ ദൂതുവാകി ഹിമത്തിൻ്റെ തണുപ്പ് പോലെയാകുന്നു. ദൈവത്തിൻ്റെ സ്നേഹിതൻ, ആമേൻ, സ്തോത്രം, ദൈവത്തിൻ്റെ പൈതല്, ആമേൻ, സ്തോത്രം, ഹിമത്തിൻ്റെ, ആമേൻ, സ്തോത്രം, അവിടെ പറയുന്നു കൊയ്ത്തുകാലത്ത് ഹിമത്തിൻ്റെ തണുപ്പ് പോലെ നീ മറ്റുള്ളവർക്കൊരു ആശ്വാസമാണ്, മറ്റുള്ളവർക്കൊരു തണലാണ്, മറ്റുള്ളവർക്കൊരു അനുഗ്രഹമാണ്. യിരെമ്യാ 31:14 പറയുന്നു, ഞാൻ പുരോഹിതന്മാരുടെ പ്രാണനെ പുഷ്ടി കൊണ്ട് തണുപ്പിക്കും. ഹല്ലേലൂയ, സ്തോത്രം. എൻ്റെ ജനം എൻ്റെ നന്മ കണ്ട് തൃപ്തി പ്രാപിക്കും. നോക്കണേ, പുരോഹിതന്മാർ ഇന്ന് പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നവരില്ല, പക്ഷെ കർത്താവിൻ്റെ ശുശ്രൂഷക്കാരുണ്ട്, കർത്താവിൻ്റെ ദാസന്മാരുണ്ട്. ആമേൻ, സ്തോത്രം. നിശ്ചയമായിട്ട് അന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്ന അനുഗ്രഹങ്ങൾ തൻ്റെ ഭക്തന്മാർക്ക് ദൈവം കുറച്ചിട്ടില്ല. പുരോഹിതന്മാരുടെ പ്രാണന് പുഷ്ടി കൊണ്ട് ദൈവം തണുപ്പിക്കും. ഏലിയാവ് പട്ടിണി കിടക്കാൻ ദൈവം ആഗ്രഹിച്ചില്ല. സാരഭാത്തിലെ വിധവയുടെ അനുഭവത്തിലും കാക്കയുടെ വരുമാനത്തിലും ഏലിയാവ് സന്തോഷ സമൃദ്ധിയോടെ ജീവിച്ചു. ദൈവവൈതല്, ആമേൻ, പ്രവാചക ശിഷ്യൻ്റെ ഭാര്യ എലിശയുടെ അടുക്കൽ വന്ന് പറഞ്ഞു, ആമേൻ, സ്തോത്രം, നിന്റെ ദാസനായ എൻ്റെ യജമാനൻ മരിച്ചുപോയി. ആമേൻ, എൻ്റെ കുഞ്ഞുങ്ങളെ കടക്കാർ പിടിച്ചു കൊണ്ടുപോകും. ദാരിദ്ര്യം കയ്പായിരുന്ന ആ സാഹചര്യത്തിൽ ദൈവം പറയുന്നൊരു കാര്യമുണ്ട്, നിന്റെ ഭരണിയിൽ എന്തുണ്ട്, നിന്റെ വീട്ടിനകത്ത് എന്തുണ്ട്, അല്പ എണ്ണയല്ലാതെ മറ്റൊന്നുമില്ല. ദൈവം ഇന്ന് പകൽക്കാലം അത് അനുഗ്രഹിക്കുവാൻ പോകുകയാണ്. ബാലൻ്റെ കയ്യിൽ 5 ആമേൻ, സ്തോത്രം, അപ്പവും 2 മീനും ആയിരക്കണക്കിന്, ആമേൻ, 10,000 ജനത്തെ പോഷിപ്പിച്ചതുപോലെ ഇന്നത്തെ അല്പം ദൈവം അത് വർദ്ധിപ്പിക്കാൻ പോകുക. ദൈവം അതിനകത്ത് ഉറവയെ തുറക്കാൻ പോകുക. സമൃദ്ധിയുടെ നാളുകൾ കാണുവോളം ദൈവം അതിന്, ആമേൻ, സ്തോത്രം, ഉയർത്തുന്ന നാളുകളായിരിക്കും. ഭാരപ്പെടരുത്. സകല അനുഗ്രഹങ്ങൾക്കായും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചുപയോഗിക്കുവാൻ ദൈവമക്കൾ തയ്യാറാകണം. 31:25 പറയുന്നു, ദാഹിച്ചിരിക്കുന്നവനെ ഞാൻ തണുപ്പിക്കും, വിശന്ന് ക്ഷീണിച്ച് ഇരിക്കുന്ന ഏവനും ഞാൻ തൃപ്തി വരുത്തും. ആമേൻ, സ്തോത്രം. ഒരു നന്മയ്ക്കും കുറക്കില്ലാതെ സകലത്തും, ആമേൻ, സ്തോത്രം, ദാഹം ശമിപ്പിക്കുവാൻ, വിശപ്പ്, ആമേൻ, സ്തോത്രം, അകറ്റുവാൻ ദൈവത്തിന് കഴിയും. കർത്താവ് തണലാണെങ്കിൽ നിന്റെ വിശപ്പ് മാറ്റും, നിന്റെ ദാഹം മാറ്റും, നിനക്ക് സമൃദ്ധി നൽകി ദൈവം നിന്നെ അനുഗ്രഹിക്കും. ആമേൻ, സ്തോത്രം. ഒരിക്കൽ, ആമേൻ, നമുക്ക് ലൂക്കോസ് എഴുതിയ സുവിശേഷം 16 അധ്യായം 24 വാക്യം വായിക്കുമ്പോൾ, ഭൂമിയിലെ സമ്പന്നൻ, ഭൂമിയിലെ പ്രഭു, ഭൂമിയിലെ കോടീശ്വരൻ, ആമേൻ, സ്തോത്രം, പുരോഹിതന്മാരെ വിലയ്ക്ക് വാങ്ങാൻ കഴിവുള്ളവൻ, പട്ടുമെത്തയും പരവതാനിയും, ആമേൻ, സ്തോത്രം, എല്ലാ ശ്രേഷ്ഠതയും കൊട്ടാരവും ഉണ്ടായിരുന്ന ഒരുത്തൻ, അവൻ മരിച്ച് യാതന സ്ഥലത്ത് കടന്നുപോയി. അവൻ അവിടെ ചെന്ന് മുകളിലോട്ട് നോക്കിയപ്പോൾ അബ്രഹാം പിതാവിൻ്റെ മടിയിലിരിക്കുന്ന, ആമേൻ, ശരീരം മൊത്തം വ്രണങ്ങളാൽ നിറയപ്പെട്ട സാധാരണക്കാരനായി, ആമേൻ, സ്തോത്രം, തൻ്റെ വേസ്റ്റുകൾ, എച്ചിലുകൾ തിന്ന് ജീവിച്ച, ആമേൻ, ലാസർ അബ്രഹാം പിതാവിൻ്റെ മടിയിലിരിക്കുക. അബ്രഹാം പിതാവിനോട്, ആമേൻ, സ്തോത്രം, ധനവാൻ പറയുക, നിന്റെ മടിയിലിരിക്കുന്ന
എന്നെ ലാസറിനെ ഒന്ന് ഇങ്ങോട്ട് അയച്ച് യാതന സ്ഥലത്തേക്ക് ഒന്ന് അയച്ച് അവൻ്റെ ചെറുവിരൽ വെള്ളത്തിലൊന്ന് മുക്കി എൻ്റെ സ്തോത്രം നാവിനെ ഒന്ന് തണുപ്പിക്കണം. ഇന്ന് പകൽക്കാലം പ്രഭുക്കന്മാരും സമ്പന്നന്മാരും ന്യായവിധിയുടെ ദിവസത്തിൽ വരൾച്ചയുടെ സ്തോത്രം വക്കിലായിരിക്കും. എന്നാൽ ഒരു ദൈവവൈതൽ ദൈവരാജ്യത്തിൽ സ്വസ്ഥമായിരിക്കും. എന്നാൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, സമൃദ്ധി അനേകരെ കൊല്ലുമെങ്കിൽ, സമൃദ്ധി അനേകരെ തകർക്കുമെങ്കിൽ, ദാരിദ്ര്യം നിന്റെ ജീവിതത്തിൽ പുഷ്ടിയെ പൊഴിപ്പിക്കും, നിന്നെ ബലപ്പെടുത്തുമെന്നുള്ളതിന് സംശയമില്ല. 1 കൊരിന്ത്യർക്ക് ലേഖനം 16-ാം അധ്യായം 18-ാം വാക്യത്തിൽ വായിക്കുന്നു, അവർ എൻ്റെ മനസ്സും നിങ്ങളുടെ മനസ്സും തണുപ്പിച്ചുവല്ലോ, ഇങ്ങനെയുള്ളവരെ മാനിച്ചുകൊള്ളുവിൻ. സ്തോത്ര. ദൈവത്തിൻ്റെ ദാസന്മാർ പരസ്പരം പ്രാണനെ തണുപ്പിക്കുന്നവരായിരിക്കണം. 2 തിമോഥെയോസ് 1-ന്റെ അതേ സ്തോത്രം 16 വാക്യത്തിൽ പറയുന്നു, പലപ്പോഴും എന്നെ തണുപ്പിച്ചവനായ ഒനോസിഫോസിനെ കുടുംബത്തിന് കർത്താവ് കരുണ നൽകുമാറാകട്ടെ. ഒനോസിഫോസിനെ സ്തോത്രം ദൈവം ഉപയോഗിച്ചു. അവൻ തൻ്റെ ദാസന്റെ പ്രാണനെ തണുപ്പിച്ചു. ഇന്ന് പകൽക്കാലം പരസ്പരം പ്രാണനെ തണുപ്പിക്കുന്ന ഒരു ആത്മനിലവാരത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഫിലോമൻ 1:7 പറയുന്ന, സഹോദര വിശുദ്ധന്മാരുടെ ഹൃദയം നീ തണുപ്പിച്ചത് നിമിത്തം നിന്റെ സ്നേഹത്തിൽ എനിക്ക് വളരെ സന്തോഷവും ആശ്വാസമുണ്ട്. ദൈവദാസന്മാരുടെ പ്രാണനെ തണുപ്പിക്കുന്നവർ, അവരെ ചൂടാക്കുന്നവരല്ല, അവരുടെ പ്രാണനെ കലക്കുന്നവരല്ല, അവർക്ക് വിരോധമായി കൂട്ടുകെട്ടുണ്ടാക്കുന്നവരല്ല. പ്രാണനെ തണുപ്പിക്കുന്ന, നിന്നെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്റെ തലമുറയെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്ര. നിന്റെ സ്നേഹത്തിൽ എനിക്കും വളരെ സന്തോഷവും ആശ്വാസമുണ്ടായി. ഏറ്റവും ഒടുവിലായി ഫിലോമൻ എഴുതിയ 1-ാം അധ്യായം 20-ാം വാക്യം കൂടെ പ്രസ്താവിച്ച് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമമിടാം. അതേ സഹോദരന്മാർ, നിന്നെ കൊണ്ട് എനിക്ക് കർത്താവിൽ ഒരു അനുഭവം വേണ്ടിയിരിക്കുന്നു. ക്രിസ്തുവിൽ എൻ്റെ ഹൃദയം തണുപ്പിക്കുക. സ്തോത്ര. ഫിലോമോന്റെ ജീവിതത്തിൽ സ്തോത്രം, അതേ അപ്പോസ്തലന്റെ ഹൃദയം തണുപ്പിച്ചതുപോലെ, ആശ്വസിപ്പിച്ചതുപോലെ ദൈവത്തിൻ്റെ കൃപയുടെ തണലിൽ ജീവിക്കുക മാത്രമല്ല, അനേകരുടെ പ്രാണനെ തണുപ്പിക്കുവാൻ കർത്താവ് ഇടയാക്കട്ടെ. നിങ്ങൾ മെസ്സേജുകൾ അയക്കുമ്പോൾ, നിങ്ങൾ ഫോണിൽ കൂടെ സംസാരിക്കുമ്പോൾ വചനത്തിൽ അനേകരെ ഉറപ്പിക്കുക. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. അത് അനേകരെ ചലിപ്പിക്കും, അത് അനേകരെ സന്തോഷിപ്പിക്കും, അത് അനേകരെ ബലപ്പെടുത്തും, അത് അനേകരെ പുഷ്ടിപ്പെടുത്തും. ഈ ദിവസങ്ങളിൽ വചനം കൊണ്ട് സ്തോത്രം ചിലർക്ക് തണലേകുവാൻ, വചനം കൊണ്ട് അനേകരുടെ പ്രാണനെ തണുപ്പിക്കുവാൻ, വചനം കൊണ്ട് അനേകരുടെ പ്രത്യാശ കൊണ്ട് നിറയ്ക്കുവാൻ കർത്താവ് സഹായിക്കുമാറാകട്ടെ. ഈ വചനത്തിലൂടെ സ്തോത്രം എല്ലാ ഹൃദയങ്ങളെയും ദൈവത്തിൻ്റെ ആത്മാവ് ആശ്വസിപ്പിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. വിവിധ അനുഭവങ്ങൾ. ഏലിയാവിന് കടന്നു വന്ന വെല്ലുവിളി അവർ ഇസബേലിൻ്റെ വെല്ലുവിളിയായിരുന്നു. ദൂതൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവന് ഭക്ഷിപ്പാൻ കൊടുത്തു, കുടിപ്പാൻ കൊടുത്തു, അവനെ ബലപ്പെടുത്തിയപ്പോൾ പത്രോസിനെ തേടി കർത്താവ് സ്തോത്രം തിബിരിയാസ് കടൽക്കരയിൽ ചെന്ന് സ്തോത്രം അപ്പവും വറുത്ത മീനും കൊടുത്ത് അവനെ 10,000ങ്ങൾക്ക് പ്രയോജനപ്പെടുത്തിയെടുത്തതുപോലെ ഈ ദാരിദ്ര്യം ഞെരുക്കവും നിറഞ്ഞ കഷ്ടതയിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ തേടി വരുന്ന ഒരു കർത്താവിൻ്റെ തണലും തണുപ്പും ഇന്ന് പകൽക്കാലം നമുക്ക് അനുഭവിപ്പാനിടയാകട്ടെ. ദൈവം നമ്മെ തേടി വരുന്നുണ്ട്. ദൈവം നമ്മെ ആഴമായി സ്നേഹിക്കുന്നുണ്ട്. ദൈവത്തിന് പ്രായം പ്രശ്നമല്ല, ദൈവത്തിന് നിന്റെ അവസ്ഥ പ്രശ്നമല്ല, നിന്റെ വിഷയങ്ങളൊന്നും പ്രശ്നമല്ല. കർത്താവിലേക്ക് നമുക്ക് ഒരുമിച്ച് കടന്നു ചെല്ലാം. ദൈവത്തെ നമുക്ക് ഒരുമിച്ച് മഹത്വപ്പെടുത്താം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കൺകളടയ്ക്കാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്ന് കർത്താവിന് ഒരു നിമിഷം മഹത്വം കൊടുത്തേ. എല്ലാവരും ചേർന്ന് കർത്താവിന് ഒന്ന് പുകഴ്ത്തി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമുക്ക് തണലായിരിക്കട്ടെ, കർത്താവ് നമുക്ക് തണലായിരിക്കട്ടെ, കർത്താവ് നമുക്ക് ആശ്വാസമായിരിക്കട്ടെ. ഈ ദിവസങ്ങളിൽ വചനം ധ്യാനിക്കുന്നതും ആരാധിക്കുന്നതും എല്ലാം മുതൽക്കൂട്ടായി മാറട്ടെ. ഹല്ലേലൂയ. ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ഒരുമിച്ച് മഹത്വപ്പെടുത്താം. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ അധികമില്ലിനിയും ആളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ അധികമില്ലിനിയും ആളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ ദൈവിക ഭവനമതിൽ പുതുവീടുകളൊരുക്കിയവൻ ദൈവിക ഭവനമതിൽ പുതുവീടുകളൊരുക്കിയവൻ വരുമേഘമതിൽ നമ്മെ ചേർത്തിടുവാൻ നടുവാനതിൽ ദൂതരുമാൻ വരുമേഘമതിൽ നമ്മെ ചേർത്തിടുവാൻ നടുവാനതിൽ ദൂതരുമായി പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ അധികമില്ലിനിയും നാടുകൾ നമ്മുടെ ആദികൾ തീർത്തിടുവാൻ അധികമില്ലിനിയും നാടുകൾ നമ്മുടെ ആദികൾ തീർത്തിടുവാൻ തൻ തിരുനാമത്തിനായി മണ്ണിൽ നിന്നകൾ സഹിച്ചവരെ
പിന്നെ പുതുയുഗം പിരിയും തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. പിന്നെ പുതുയുഗം പിരിയും തിരികെ വരാതെ നിത്യതയിൽ മറയും. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർത്തിടുവാൻ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർത്തിടുവാൻ. പിന്നിലുള്ളത് പോലെ ഇനി മണ്ണിലും ദൈവഹിതം. പിന്നിലുള്ളത് പോലെ ഇനി മണ്ണിലും ദൈവഹിതം. പരിപൂർണമ ജൈവിക രാജ്യമിപ്പാരിൽ സ്ഥാപിതമാക്കിടുവാൻ. പരിപൂർണമ ദൈവിക രാജ്യമിപ്പാരിൽ സ്ഥാപിതമാക്കിടുവാൻ. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ. അധികമില്ലിനിയും ആദികൾ തീർന്നിടുവാൻ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. അവൻ കാലമെല്ലാം കഴിയും, ഇന്നു കാണുന്നതെല്ലാം അഴിയും. കാലമെല്ലാം കഴിയും, ഇന്നു കാണുന്നതെല്ലാം അഴിയും. പിന്നെ പുതുയുഗം പിരിയും തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. പിന്നെ പുതുയുഗം പിരിയും തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർത്തിടുവാൻ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർത്തിടുവാൻ. അവൻ അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർത്തിടുവാൻ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർത്തിടുവാൻ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ പകൽക്കാലം ദൈവത്തിന്റെ കൃപയിൽ ശരണപ്പെട്ടിട്ട് ഈ ദിവസങ്ങളിൽ ദൈവം നമ്മുടെ തണലാണ്. ദൈവം നമ്മുടെ പ്രാണനെ തണുപ്പിക്കുന്ന ദൈവമാണ്. അതിന് ആമേൻ സ്തോത്രം. ഒരു പ്രത്യേകമാകുന്ന ദൂതത്തിന്റെ പിന്നിലുണ്ട്. നാം പുഷ്ടിയോടെ വാടാതെ തളരാതെ ആമേൻ ഫലം കായ്ക്കുന്ന വൃക്ഷമായി പുറത്തു വരാൻ പോകുക. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ദൈവത്തിന് പ്രയോജനമുള്ള ഒരു ഫലം കായ്ക്കുന്ന ഒരു വൃക്ഷമായി പുറത്തു വരാൻ പോകുക. ഈ മരുഭൂമി യാത്രയിൽ നിന്നെ തളർത്തി കളയുവാൻ ഈ പ്രതികൂലങ്ങൾക്ക് സാധിക്കത്തില്ലെന്ന് ആമേൻ സ്തോത്രം വ്യക്തവും ശക്തവുമായി വചനം നമ്മെ കേൾപ്പിച്ചല്ലോ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ കർത്താവ്, ഞങ്ങളുടെ രക്ഷകനുമായ ദൈവമേ, ഈ വചനം ശ്രദ്ധിച്ചവരുടെ മേലും ദൈവത്തിന്റെ കൃപ പകരണമേ. അങ്ങ് തണലായി പ്രാണനെ തണുപ്പിക്കുന്ന ദൈവമായി, ദീർഘായുസ് നൽകുന്ന ദൈവമായി, അനുഗ്രഹങ്ങളുടെ ഉറവിടമായി തന്റെ ജനത്തോട് കൂടെ ഇരിക്കണമേ. എല്ലാവരും വചനം കേട്ട് എല്ലാവരും പുഷ്ടി പ്രാപിക്കാൻ, അങ്ങയുടെ രാജ്യത്തിന് വേണ്ടി ഫലം കായ്പാൻ, വരുന്ന നാളുകളിൽ ദൈവത്തിന് വേണ്ടി ശോഭിപ്പാൻ ആബാല വൃദ്ധം പേരെയും ദൈവം അനുഗ്രഹിക്കണമേ. ലോകമെമ്പാടുമുള്ള മുഴുവൻ ജനത്തെയും ഈ പ്രതികൂലത്തിൽ നിന്ന് കർത്താവ് രക്ഷിക്കണമേ. ഓ കർത്താവേ, ഉല്ലാസത്തോടും ജയഘോഷത്തോടും കൂടെ അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിട്ടുപിരിയാത്ത സാന്നിധ്യം കൊണ്ട്, വിട്ടുപിരിയാത്ത ദൈവശക്തി കൊണ്ട്, വിട്ടുപിരിയാത്ത ദൈവിക ഇടപെടൽ കൊണ്ട് എല്ലാവരെയും കാത്തുകൊള്ളണമേ. സമാധാനത്തിന്റെ ദൈവം ഞങ്ങളെ മുഴുവനുമായി അനുഗ്രഹിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളെ താഴ്ത്തി സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു കർത്താവേ. ഇനി ആമേൻ സ്തോത്രങ്ങൾ കൂടി വരുവരെയും അവിടുത്തെ കൃപയുടെ മഹത്വത്തിന് കീഴിൽ കാത്തുകൊള്ളണം. മുഴുവൻ മഹത്വം അങ്ങേക്ക്. ആമേൻ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ചേർന്ന് പറയാമോ? എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമായെന്നേശുവേ. സർവനന്മകൾക്കും സർവ
സ്തുതിച്ചിടുന്നു ദിനവും പരമേ നന്ദിയാ അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരമേ നന്ദിയാ. പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴിയെടുത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കൂട്ടായ്മയും കാവലും കടന്നു വന്ന സകല ദൈവത്തിന്റെ മക്കളോടും ഭൂമിയിലെമ്പാടുമുള്ള മുഴുവൻ വിശുദ്ധന്മാരോടും എന്നോടൊപ്പം പ്രാർത്ഥനയിൽ സഹകരിക്കുന്ന പ്രിയ സഹോദരന്മാരോടും ഭൂമിയിലെമ്പാടുമുള്ള വിശുദ്ധന്മാരോടും കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവോളം കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് ജയത്തെ നൽകിയ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, നിങ്ങളെല്ലാവരെയും സകലവിധ സമൃദ്ധിയാലും ദൈവിക സമാധാനത്താലും ഉന്നതനായ ദൈവം തൻ്റെ കൃപയാൽ നിറയ്ക്കട്ടെ എന്നുള്ള പ്രത്യാശയോടുകൂടിയ വാക്കുകളോട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. വേഗത്തിൽ ഒരുമിച്ച് കൂടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് കൃപ തരട്ടെ. ഞങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ഞങ്ങൾ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കും. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.